ഞാൻ വളർന്നത് വയനാട്ടിലാണ്. അപ്പൊ അച്ഛൻ അവിടെ ജോലി ചെയ്തു. വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു എസ്റ്റേറ്റിലെ മാനേജറായിരുന്നു അച്ഛൻ. അപ്പൊ ഈ ഒരു പ്രദേശമാണ് പൊതുവെ. പക്ഷെ എന്നാൽ പോലും ജനവാസ കേന്ദ്രം എന്ന് പറയാൻ പറ്റില്ല. അതായത് അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ അവിടെ ഈ പത്രം എത്തുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്ന് വെച്ചാൽ അന്നത്തെ കാലമാണ്. മാതൃഭൂമി പത്രമാണ് വരിക, കോഴിക്കോട് എഡിഷൻ. അതൊരു 11-12 മണിയാവും എത്താൻ. എന്നിട്ട് ആരെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നാൽ വീട്ടിലേക്ക് കിട്ടിയെന്ന് പറയാം. അപ്പൊ ആദ്യം മുതലേ ഈ അക്ഷരങ്ങളോടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അച്ഛൻ അങ്ങനെ എഴുത്തും കാര്യമായിട്ട് വായനയൊന്നുള്ള ആളല്ല. അമ്മ പക്ഷെ വായിക്കായിരുന്നു. പക്ഷെ ഇങ്ങനെ കുട്ടിക്കാലത്തൊക്കെ വെറുതെ കവിതയൊക്കെ എഴുതി ബാലഭംഗിയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അല്ലാതെ നമുക്ക് അങ്ങനെ വലിയൊരു വൊറേഷ്യസ് റീഡേഴ്സ് ഒന്നുമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഏകാന്തതയാണല്ലോ. നമുക്ക് വേറെ കൂട്ടുകളൊന്നും ഇല്ല അവിടെ. ഇപ്പൊ അനിയനും അനിയത്തി ഉണ്ടെങ്കിലും അവർ ചെറിയ കുട്ടികളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഈ അക്ഷരങ്ങളും പാട്ടുമാണ് നമ്മുടെ മെയിൻ കൂട്ട്. പക്ഷെ അത് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം പാട്ട് കേൾക്കണമെങ്കിൽ റേഡിയോയിൽ വളരെ ബുദ്ധിമുട്ടാണ് ട്യൂൺ ചെയ്തെടുക്കാൻ. വളരെ ഡിസ്റ്റർബൻസ് ആണ്. ഒരു ഒരു വേവ്സ് മാതിരിയാണ് ഈ ശബ്ദങ്ങളൊക്കെ വരിക. അതിനെ കോഴിക്കോട് സ്റ്റേഷനൊക്കെ ട്യൂൺ ചെയ്തെടുക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ എന്നാലും ഒരു സാഹസമാണ്. നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അതിങ്ങനെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ട്യൂണിങ്. പത്രം വരുന്ന ചെന്നൈ 11 മണിക്കാണ്. അപ്പൊ അന്ന് എൻ്റെ ഒരു മേഖല, ഇഷ്ടമുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ കളിയാണ്, ഫുട്ബോൾ പ്രത്യേകിച്ച്. അതിന് ഒരു കാരണം എനിക്കൊന്ന് വിംസിയുടെ എഴുത്താണ്. അന്ന് മാതൃഭൂമിയുടെ ഒരു ന്യൂസ് എഡിറ്ററുമാണ്, സ്പോർട്സിന്റെ ചാർജുള്ള ആളുമാണ് വിംസി. അപ്പൊ വിംസി എന്ന് പറഞ്ഞാൽ അത് ആരാണ്, ആണാണോ പെണ്ണാണോ ഇതൊന്നും അറിയില്ല. ഒരു പേര് വിംസി അതുവരെ കേൾക്കാത്തൊരു. പക്ഷെ അതിന്റെ എഴുത്തില് വല്ലാത്ത ഒരു ആകർഷണം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും എൻ്റെ എഴുത്തിന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിംസി മാത്രമാണിത്. കാരണം നമുക്കൊരു ഇപ്പൊ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് എഴുതുന്നുണ്ട്. കാരണം ഇന്നത്തെ ജേർണലിസ്റ്റുകൾ വീഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ ജേർണലിസ്റ്റ് ഒക്കെ വന്ന ശേഷം ഈ സാധാരണ റിപ്പോർട്ട്സിൽ പോലും വിഷ്വലൈസേഷൻ വേണം. പക്ഷെ അന്നേ വിംസി അത് എഴുതിയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ, പിന്നെ അദ്ദേഹം ഓരോ വാചകങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രീതി, ഈ ഖണ്ഡികകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു രീതി, പിന്നെ ഇൻട്രോ, ഇതൊക്കെ ഭയങ്കര ഒരു എനിക്കൊന്ന് ആ കാലത്ത് നമ്മൾ വളരെ ചെറുപ്പമാണല്ലോ, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലല്ലേ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആകർഷണം തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ കളിയെ കുറിച്ചിട്ടുള്ള എഴുത്താണ് മെയിനായിട്ട് വായിക്കുക. അപ്പൊ അന്ന് എൻ്റെ ഒരു ആരാധനാ പാത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പത്രപ്രവർത്തകർ, പിന്നെ പാട്ടുകാരും. ഈ രണ്ടുപേരാണ്. അപ്പൊ ഈ പത്രത്തിൽ വരുന്ന ബൈലൈൻ്റെ ഉടമകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഹീറോസ് ആണ്, ഐഡൽസ് ആണ്. അങ്ങനെ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഒരു ബൈലൈൻ വരിക, അല്ലെങ്കിൽ അച്ചടിച്ച് ബൈലൈൻ ഒന്നും അറിയില്ല അന്ന്, പേര് അച്ചടിച്ച് വരിക എന്ന് പറഞ്ഞ വലിയൊരു സ്വപ്നമാണല്ലോ. അപ്പൊ അതിനു വേണ്ടി ഒരു യത്നം നടത്തി. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ചുണ്ടയിൽ RCA സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സാധാരണ സ്കൂളാണ്. അവിടെ ആദിവാസി കുട്ടികളും പിന്നെ പുറത്തുനിന്നുള്ള തൊഴിലാളി കുടുംബത്തിലുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നു. അപ്പൊ അവിടെ പഠിക്കുന്ന കാലത്ത് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ സ്നേഹസേന എന്ന് പറഞ്ഞിട്ടൊരു പബ്ലിക്കേഷൻ, അത് ക്രിസ്ത്യൻ മിഷണറീസിന്റെ സ്നേഹ ബൈബിൾ കഥകള്, സതുപദേശ കഥകളൊക്കെ ഉള്ള ഒരു സംഭവം, ചിത്രകഥകളൊക്കെ, ചെറിയൊരു 20 വയസ്സതിന് വില. അപ്പൊ അതില് ഒരു ലേഖനം അടിച്ചു വരുമോ അല്ലെങ്കിൽ വന്നാലോ എന്നുള്ള പ്രതീക്ഷയിൽ അതിന്റെ അഡ്രസ്സൊക്കെ എടുത്തു വെച്ച് അച്ഛന്റെ മേശയിൽ നിന്ന് പൈസയൊക്കെ അടിച്ചു മാറ്റി സ്റ്റാമ്പൊക്കെ വാങ്ങി ഒരു കവറിൽ ഇട്ടഴിച്ചു. അത് എഴുതിയത് എന്താ വെച്ചാൽ വയനാടിനെ പറ്റിയിട്ടാണ്. നമ്മളൊരു പ്രബന്ധമൊക്കെ എഴുതില്ലേ, സ്കൂളിൽ പ്രബന്ധമൊക്കെ എഴുതിക്കുന്നതുകൊണ്ട് സുന്ദരിയായ വയനാട് എന്നിട്ട് വയനാടിനെ പറ്റിയിട്ടൊരു സംഭവം. ആ ചെമ്പ്ര പീക്ക്, അവിടുത്തെ കുന്നുകള്, പാടങ്ങള്, പിന്നെ ചുരം കയറി അവിടുത്തെ മഞ്ഞ്, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ലേഖനം അയച്ചു. അപ്പൊ അത് കോട്ടയത്തിനടുത്ത് കുമരനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന്റെ അയച്ചു കൊടുത്തു. അപ്പൊ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് അച്ഛൻ അറിയുമല്ലോ എന്നൊരു പേടിയുണ്ട്. ഇത് നമ്മളിത് എവിടുന്ന് പൈസ കിട്ടിയതയക്കാനുള്ള സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഒരു തൂലിക നാമം കണ്ടെത്തി എനിക്ക് വേണ്ടി തന്നെ, സാജു ശ്രീപുരം. എന്താണ് ആ പേരിന്റെ പിന്നിലെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ്സിൽ ഒരു പയ്യനുണ്ടായിരുന്നു സാജു പറഞ്ഞു. അപ്പൊ അവന്റെ പേരും എടുത്തു. പിന്നെ വീട്ടിന്റെ പേര് ശ്രീപുരം എന്നായിരുന്നു, എസ്റ്റേറ്റിന്റെ പേര്. അപ്പൊ അത് രണ്ടും വെച്ച് അയച്ചു കൊടുത്തു. പിറ്റത്തെ ആഴ്ച ഓഫീസ് അല്ല സ്കൂളിൽ ഇതിന്റെ കോപ്പി വന്നപ്പോഴാണ് അറിയുന്നത്, ഫ്രീ കോപ്പി വരുമല്ല. അപ്പൊ അവിടുത്തെ സിസ്റ്റേഴ്സിനൊക്കെ മനസ്സിലായി വയനാടിനെ പറ്റി ലേഖനാണ്, എന്റെ പേരിലാണ് വന്നിട്ടുള്ളത്, ഞാനാണ് എഴുതിയിട്ടുള്ളത് മനസ്സിലായി. അപ്പോ ഹെഡ് മാസ്റ്റർ വിളിപ്പിച്ചു. ചോദിച്ചിട്ട് ഇങ്ങനെ, നിങ്ങളാണോ എഴുതിയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ സർ. അപ്പൊ ഞാൻ വിചാരിച്ച് പേടിച്ചിട്ടായിരിക്കും, അല്ല അച്ഛനേറ്റ വിളിച്ച് പറയും, പിന്നെ അച്ഛൻ്റെ ഒരു നടികൊള്ളെന്ന് വിചാരിച്ച്
എന്നാ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള പേരിൽ എഴുതി കൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല സാർ, അത് അങ്ങനെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ അച്ചടിച്ചു വന്ന ഇത്. അത് കഴിഞ്ഞിട്ട് അടുത്തതിൽ ഞാൻ പേര് വെച്ചിട്ട് എഴുതിയിട്ടു, മദർ തെരേസിനെ പറ്റിയുള്ള ലേഖനം. അപ്പൊ ഈ സ്നേഹസേനയിലാണ് ആദ്യത്തെ 2 ലേഖനങ്ങൾ വരുന്നത്. അപ്പോഴും സ്പോർട്സ് ആണ് ഉള്ളില്, കളി, എഴുത്ത്, ഇതിന്റെ ഒരു ഹരം ഉണ്ടല്ലോ. വിംസി മാത്രമല്ല, മനോരമയിൽ അബു എഴുതുന്നുണ്ട്, പിന്നെ ചിലപ്പോൾ മുഷ്താഖ് എഴുതും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ. അപ്പോ ഇവരുടെയൊക്കെ ഒരു ശൈലി, വ്യത്യസ്തമായ ശൈലികളാണ്. അപ്പൊ അതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ സ്പോർട്സിനെ പറ്റി എഴുതാന്ന് വിചാരിച്ചപ്പോ ഞാൻ അങ്ങനെ പത്രത്തിലൊക്കെ വായിക്കുന്ന ഇംഗ്ലീഷ് പത്രം ഇടയ്ക്ക് വരുത്തി വരുന്നുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പൊ അന്ന് മുഹമ്മദ് അലി കാഷ്യസ് ക്ലേ വേൾഡ് ചാമ്പ്യനായ ഒരു സമയം. അപ്പൊ അപ്പൊ അന്ന് ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ആ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ കൈരളി ബുക്ക് സ്റ്റാൾ എന്നൊരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. അപ്പൊ ഈ പാളയം ബസ് സ്റ്റാൻഡിൽ നമ്മൾ വയനാട്ടിൽ നിന്നുള്ള ബസ് ഇറങ്ങി, കോട്ടക്കലാണ് എൻ്റെ നാട്, അപ്പൊ കോട്ടക്കലടുത്ത് എടരിക്കോട് എന്നുള്ള സ്ഥലത്ത്, അവിടേക്ക് വേറൊരു ബസ് കയറും. ഇതിനിടയ്ക്ക് ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. അപ്പൊ ബുക്ക് സ്റ്റാൾ പോയിട്ട് പലപ്പോഴും നല്ല നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മറിച്ച് നോക്കി നിൽക്കും. ചിലപ്പോൾ പൈസ ഉണ്ടെങ്കിൽ വാങ്ങും. അങ്ങനെ ഞാൻ വാങ്ങി സ്വന്തമാക്കിയ ഒരു പുസ്തകമാണ് ഫുട്ബോൾ ഫ്രണ്ട് എന്നുകൊണ്ട് കണ്ണൂരിൽ നിന്ന് ഇറങ്ങിയിരുന്ന ഒരു സ്പോർട്സ് മാസിക. അന്ന് കേരളത്തിൽ അതേ ഉള്ളൂ, ആദ്യത്തെ സ്പോർട്സ് മാസിക കേരളത്തിൽ. അപ്പൊ അതിന് ഈ മുഹമ്മദ് അലിയെ പറ്റി ഒരു ലേഖനം എടുത്ത് അയച്ചു കൊടുത്തു. അതും എനിക്കൊന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, ഏകദേശം ആ സമയത്ത് തന്നെയാണ് തോന്നുന്നു. അപ്പൊ അതും രവീന്ദ്രനാഥ് എന്നുള്ള പേരിൽ അടിച്ചു വന്നു. അതെനിക്ക് അത്ഭുതമായിരുന്നു, കാരണം നമ്മൾ ആദ്യം അയച്ചു കൊടുക്കുന്ന സംഭവം മുഹമ്മദ് അലിയുടെ കാഷ്യസ് ക്ലേയുടെ കവർ ചിത്രമൊക്കെ ഉള്ള ഒരു ഫുട്ബോൾ ഫ്രണ്ട് മാസിക. പിന്നെയാണ് സ്പോർട്സിനെ കുറിച്ച് എഴുതുന്നത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളല്ല, സ്പോർട്സ് തന്നെയാണ് എഴുതിയത്. ഫുട്ബോൾ ഫ്രണ്ടിലാണ് അധികം എഴുതിയത്. അപ്പോൾ അതിങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എന്തുകൊണ്ടോ അങ്ങനെ അങ്ങനെ ഈ എന്താ പറയുക, ജേർണലിസം എന്ന് പറയുന്ന ഒരു പാഷൻ അതിങ്ങനെ മനസ്സിലുണ്ട്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ SLC ജയിച്ചു കഴിഞ്ഞ് കോളേജിൽ പോവും. കോളേജ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് ടെസ്റ്റ് എഴുതുക, പിന്നെ ടൈപ്പ് പഠിക്കുക, ഷോർട്ട് ഹാൻഡ് പഠിക്കുക, PSC എഴുതുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അന്നത്തെ എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ അച്ഛനായാലും ഒക്കെ അവരൊക്കെ അങ്ങനെയാണ് നമ്മുടെ പറ്റിയിട്ടുള്ള ഒരു പ്രതീക്ഷകളൊക്കെ. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു അത്ഭുതം. അപ്പൊ എന്റെ കസിൻസ് ഒക്കെ പറഞ്ഞു നല്ലൊരു ഐഡിയ ആണ് ജേർണലിസം കേട്ടെന്ന്. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസ്റ്റിന് ചേരുന്നു. അപ്പൊ ഈ ജേർണലിസ്റ്റിന് ചേരാൻ ഉണ്ടായ ഒരു സംഭവം എന്താ വെച്ചാൽ, ജേർണലിസ്റ്റിന് അങ്ങനെ കിട്ടുമെന്ന് നമുക്ക്. അപ്പൊ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അതായത് മുല്ലശ്ശേരി രാജഗോപാൽ എന്ന് പറയും. പിന്നീട് അദ്ദേഹം ഒരു ലെജൻഡറി ക്യാരക്ടറായി. അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടർ വെച്ചിട്ടാണ് ദേവാസുരത്തിൽ മംഗലശ്ശേരി നീലകണ്ഠൻ ആയി മാറിയത്, വിജയ് രഞ്ജിത്തും കൂടി. അപ്പോ രാജുമാമ എന്നാ ഞാൻ വിളിക്കുക. എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ ആണ്. അപ്പോൾ എൻ്റെ ഒരു ലോക്കൽ ഗാർഡിയൻ ആയിരുന്നു കോളേജിൽ, ദേവഗിരി കോളേജ് പഠിക്കുന്ന കാലത്ത് പുള്ളി. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, എന്നാൽ ജേർണലിസ്റ്റിന് ഞാൻ ഒരാൾ വിളിച്ച് പറയാം, വിംസി എൻ്റെ ഒരു സുഹൃത്ത്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, വിംസി നമ്മുടെ ഒരു ആരാധനാപത്രം, ഞാൻ വിളിച്ചു പറയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിംസിയെ അദ്ദേഹം വിളിച്ചു പറയുന്നു. അപ്പൊ വിംസി പറയുന്നു, ആ ടെസ്റ്റ് എഴുതട്ടെ എന്തായാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ടെസ്റ്റ് എഴുതി. അപ്പൊ അന്ന് BJ എന്നാണ് പേര്, മാസ്റ്റർ ഓഫ് ജേർണലിസം എന്ന പേര് വന്നിട്ടില്ല, പക്ഷെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സാണത്. അപ്പൊ അങ്ങനെ അവിടെ പോയി. അപ്പൊ അവിടെ 10 സീറ്റാണുള്ളത്. അന്ന് എൻ്റെ കൂടെ പഠിച്ചവർ പിന്നീട് പലരും ജേർണലിസ്റ്റായി. T സോമൻ ജേർണലിസ്റ്റായി. പിന്നെ കുറച്ച് പേരുണ്ടായിരുന്നു. ചിലവരൊന്നും ജേർണലിസത്തിലേക്ക് പോയില്ല. അനിൽകുമാർ വടാദൂർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു N സോമശേഖരൻ, അദ്ദേഹം ജേർണലിസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് തന്നെ ബാലമംഗളത്തിൽ എഴുതിക്കൊണ്ടിരുന്ന ചിത്രകഥകളൊക്കെ ഡിങ്കൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടാക്കിയത് പുള്ളിയാണ്. ഇപ്പൊ പുള്ളി ജേർണലിസ്റ്റ് ഒക്കെ വിട്ട് പുള്ളി ആത്മീയ തലത്തിലേക്ക് പോയി. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു രസമുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ജേർണലിസം കഴിയുന്നു, അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നു എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ ഇനി അടുത്ത ജോലി വേണം, അതാണ് പ്രധാനം. അപ്പൊ അന്ന് കോഴിക്കോട് മാതൃഭൂമി, മനോരമയാണ് വലിയൊരു അട്രാക്ഷൻ. മനോരമ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പത്രപ്രവർത്തന സ്വപ്നങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്ക് ദുബായിയാണ്, ഭയങ്കര സംഭവമാണത്. പിന്നെ മാതൃഭൂമിയുള്ളത്, പിന്നെയുള്ളത് കേരളാവതിയാണ്. കേരളാവതി എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കേൾക്കുന്നില്ല, കാരണം മലബാറിൽ കേരളാവതി അത്ര പോപ്പുലർ അല്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ യാദൃശ്ചികമായിട്ട് ഇന്ത്യ ടുഡേ, അന്ന് ഇംഗ്ലീഷ് ഇന്ത്യ ടുഡേയിൽ ശ്രീധർ പിള്ളയെ മറ്റോ എഴുതിയ ഒരു റിപ്പോർട്ട് വായിക്കുന്നു. ഇങ്ങനെ കേരള കൗമുദി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫോട്ടോ കമ്പോസിങ്, ഫോട്ടോ ടൈപ്പ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സങ്കേതം ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. കോഴിക്കോട് എഡിഷനിലാണ് നടപ്പാക്കാൻ പോകുന്നത്. ഒരു പ്രിന്റിങ്ങിൽ, പത്രങ്ങളുടെ പബ്ലിക്കേഷൻസിൽ വലിയൊരു വിപ്ലവാത്മകമായ മാറ്റം വരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് എനിക്കൊരു വലിയൊരു, MS മധുസൂദന്റെ കോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു വലിയ അട്രാക്ഷൻ അല്ലേ. അന്നത്തെ കാലത്ത് നമുക്ക് ചെറിയ 20-21 വയസ്സല്ലേ ഉള്ളൂ.
അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് എവിടെ കണ്ടു, ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യം കാണുന്നത്, അവിടെ ചെന്ന ഉടനെ കാണുന്നത് പ്രസാദ് ലക്ഷ്മണനെയാണ്. അപ്പോൾ പ്രസാദ് ലക്ഷ്മൺ എൻ്റെ മുൻഗാമിയാണ് ഈ ജേർണലിസം കോഴ്സിൽ. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പ്രസാദ് പറഞ്ഞു, ചേരൂ നിങ്ങൾ, കാരണം ഇതൊരു പുതിയൊരു ടെക്നോളജിയല്ലേ വരുന്നത്, മാതൃഭൂമി മനോരമയൊക്കെ പഴയ സംഭവമായിട്ടല്ലേ പോകുന്നത്, പൈസ ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ ഇതാണ് നല്ലതെന്ന്. അങ്ങനെ ഇന്റർവ്യൂവിന് ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂ അതിന് വലിയ രസമാണ്. ഇന്റർവ്യൂ അന്നത്തെ മാത്യു മരങ്ങൊലി എന്ന് പറഞ്ഞ റെസിഡന്റ് എഡിറ്റർ ഉണ്ട്, പിന്നെ AP വിശ്വനാഥൻ ഉണ്ട്, എക്സിക്യൂട്ടീവ് എഡിറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു, പുള്ളിയുണ്ട്. MS മധുസൂദൻ MD ആണ്. പിന്നെ PJ മാത്യു, അന്ന് ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററാണ് പുള്ളി, കോഴിക്കോട് എഡിഷൻ, ഹിന്ദുസ്ഥാൻ ടൈംസിന് വന്ന ആളാണ്. ഇവരെല്ലാവരും കൂടി ഇന്റർവ്യൂ ചെയ്ത് തന്നെ. പിന്നെ അതിനുശേഷം ഇന്റർവ്യൂ ഞാൻ അത്രയും, ഒന്നാമത് ഇന്റർവ്യൂവിനൊന്നും നമ്മൾക്ക് പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു പരിപാടി ഇല്ല. പിന്നെ ഒന്നാമത് പത്രം മുഴുവനായിട്ട് സ്പോർട്സ് പേജ് അരിച്ചു പെറുക്കി വായിക്കും, ചിലപ്പോൾ എന്റർടൈൻമെന്റ് ന്യൂസ് ഒക്കെ വായിക്കുന്നല്ലാണ്ട് പത്രത്തിന്റെ എഡിറ്റോറിയൽ അല്ലെങ്കിൽ എഡിറ്റോറിയൽ പേജ് ഇതൊന്നും വായിക്കുന്ന ഒരു സംഭവം ഒന്നുമില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ എന്തൊക്കെയോ ചോദ്യമൊക്കെ ചോദിച്ചു. അതിനുശേഷം അപ്പൊ നടന്നത് പിന്നെ മാത്യു സാർ പറഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് പോന്നപ്പോ MD പറഞ്ഞു, ഈസ് ഗുഡ്, പക്ഷേ ഇവരെ ചൈൽഡിഷ് ആണ്, കുറച്ചു കാലം കഴിയട്ടെ എന്നിട്ട് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ മാത്യു സാർ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കൊന്ന് എന്തെങ്കിലും നല്ല ഗുണം ഉണ്ടെങ്കിലോ നോക്കാം, ഒന്ന് എടുത്തു കളയാൻ നിർബന്ധിച്ചു. വിശ്വനാഥ് സമ്മതിച്ചു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ മാത്യു സാറിന്റെ ഒരു ഗ്യാരണ്ടിയിലാണ് എന്നെ അവരെടുക്കുന്നത്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രൂം ചെയ്തതെന്ന് പറയും. കാരണം നമ്മള് ആദ്യമായിട്ട് പിന്നെ അവിടെ കേരളമതി ഓഫീസ് തൊണ്ടയായിട്ട് നല്ലൊരു ഓഫീസായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല പത്രം ഓഫീസ് അതായിരുന്നു. അതിന്റെ സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് നെറ്റ്വർക്ക്, അതൊക്കെ. അങ്ങനെ അവിടെ ചെന്ന് അന്നത്തെ സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. 400 രൂപ അത്ര വലിയ ഭയങ്കര, അന്നത്തെ 400 പറയുമ്പോൾ ഇന്നൊരു 4000 ഒക്കെ കാണുമായിരിക്കും, 4000 5000 ഒക്കെ. കാരണം അന്ന് മാതൃഭൂമിയിൽ 600 ഉണ്ട്, മനോരമയിൽ കുറച്ചും കൂടി മുകളിൽ 800 ഉണ്ട്. അപ്പോ 400 ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല, കാരണം നമുക്ക് എഴുതുക എന്നുള്ളതാണ്. ജേർണലിസം നമ്മൾ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എഴുതുക അല്ല ഇവർ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ അവിടെ ചെന്നു. അവിടെ അന്നത്തെ ആ ടീം എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീമായിരുന്നു. അപ്പൊ പിന്നീട് അവര് വളരെ നല്ല, എല്ലാവരും പല പല മേഖലകളിൽ അന്ന് കോയയാണ് സ്പോർട്സ് എഡിറ്റർ. കോയ എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുണ്ട്, പുള്ളി ദേശാഭിമാനിയിൽ സ്പോർട്സ് എഡിറ്ററായിട്ട് വിരമിച്ച ശേഷം വരികയാണ്. അപ്പൊ സ്പോർട്സ് ആണ് എനിക്ക് താല്പര്യം. മാത്യു സാർ പറഞ്ഞു, കോയക്ക് എന്നെ പരിചയപ്പെടുത്തി അദ്ദേഹം ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അന്ന് PN ശ്രീധരൻ ഉണ്ട്, അന്ന് സീനിയർ സബ് എഡിറ്റേഴ്സ് ആയിട്ട് PN ശ്രീധരൻ, രാമചന്ദ്രൻ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ബാച്ചിനും അതിന് തൊട്ടു മുന്നുള്ള ബാച്ചുകളിലായിട്ട് ജഗദീഷ് ബാബു, പിന്നെ രവികുമാർ, KP രാജീവൻ, PK രവീന്ദ്രൻ, ജേക്കബ് തോമസ്, പിന്നെ മനോരമയിൽ പോയി ആൽഡസ് ഹെൻറി, ഒരു ഇന്റലക്ച്വൽ ആയിരുന്നു. പിന്നെ കുറച്ച് സീനിയർ ആയിട്ട് M രാജേന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു, PN ശ്രീധരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശ്രീനിവാസൻ എന്നൊരു സബ് എഡിറ്റർ ഉണ്ടായിരുന്നു. പിന്നെ രവികുമാർ, മ്യൂസിക്കിനെ പറ്റിയൊക്കെ എഴുതി, P രവികുമാർ, ജയകുമാർ, മഞ്ജു വെള്ളായണി, അങ്ങനെ ഒരു രസമുള്ള ബാച്ചായിരുന്നു. മോഹൻദാസ് കൊളത്തായി, ഇങ്ങനത്തെ മോഹൻ. അപ്പോ ആ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ബാച്ച്. മാത്യു സാർ ആ ഞങ്ങളുടെ എന്താ പറയാ, ശരിക്കും ഞങ്ങളുടെ ഒരു ഗോഡ് ഫാദർ ആയി പുള്ളി സ്വയം അവതരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് അന്നൊക്കെ ഒരു പത്രത്തിൽ ബൈലൈൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മഹാസ്വപ്നമാണത്, വിദൂര സ്വപ്നമാണ്. മനോരമയിലോ മാതൃഭൂമിയിലൊക്കെ ട്രെയിനിങ് സമയത്തൊന്നും ബൈലൈൻ കിട്ടില്ല. കേരളമതി തന്നെ ഇപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതി കൊടുത്താലും കൗമുദി ന്യൂസ് സർവീസിനെ വരുള്ളൂ, പേര് വരില്ല. പക്ഷെ മാത്യു സാർ എന്താ വെച്ചാല് നല്ലൊരു സ്റ്റോറി കണ്ട ഉടനെ ബൈലൈൻ വരും. അങ്ങനെ നമുക്ക് എഴുതാനുള്ള ധാരാളം അവസരങ്ങൾ കിട്ടി. അപ്പൊ ഞാൻ അന്നും KP രവീന്ദ്രനാഥാണ് എന്റെ പേര്. അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ദേശാഭിമാനിയിൽ ഒരു KP രവീന്ദ്രനാഥ് ബൈലൈനൊക്കെ കിടക്കുന്നു. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യണം, രവീന്ദ്രനാഥ് KP എന്നാക്കിയല്ലോ എന്നൊക്കെ വിചാരിച്ചത്. അപ്പൊ ഒരു ദിവസം സൺഡേയില്, എനിക്കോട് ഇന്ദിരാഗാന്ധി മരിച്ച സമയത്തൊക്കെയാണ് തോന്നുന്നത്, 84 കഴിഞ്ഞാൽ വന്നിട്ട് അധികം ആയിട്ടില്ല. അപ്പൊ ഒരു ആർട്ടിക്കിൾ എഴുതിച്ചു പ്രസാദ് ലക്ഷ്മൺ ആ ഞായറാഴ്ച പതിപ്പിന്റെ ചാർജ്. അപ്പൊ എന്നോടൊരു ലേഖനം എഴുതി കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്തു. അപ്പൊ ഞാൻ അങ്ങനെ KP രവീന്ദ്രൻ പറഞ്ഞു. അപ്പൊ പ്രസാദ് പറഞ്ഞു, ഇതെന്ത് പഴയ ടൈപ്പ് പേര്, വേറൊരു പേര്, നിങ്ങള് മേനോനല്ലേ ചോദിച്ചു. അതെ, അമ്മ മേനോനാണ്. ശരി, എന്നാ രവി മേനോൻ എന്നൊക്കെ. അതെങ്ങനെ പ്രസാദേ, നടനില്ലേ അങ്ങനെ രവി മേനോൻ എന്ന് പറഞ്ഞിട്ട്.
അതൊന്നും വേണ്ട, അതൊന്നും പ്രശ്നമൊന്നുമില്ല, അയാളൊക്കെ ഇപ്പൊ അഭിനയിക്കുന്നൊന്നുമില്ല, ഇത് നിങ്ങൾ തന്നെ. അങ്ങനെ ഞാൻ മനസ്സിലവരത്തോട് സമ്മതിച്ചു. പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നു അതൊരു ഭാഗ്യം, ചില പേരുകൾ ഭാഗ്യം കൊണ്ടുവരില്ലോ, പിന്നെ അത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയായി, അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയി. അപ്പൊ എന്തായാലും അങ്ങനെയാണ് ആ ബൈലൈൻ വന്നത്. അപ്പൊ ഇങ്ങനെ കുറെ കേരളമതിക്ക് വേണ്ടി ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ സ്പോർട്സ് എഴുതുന്നുണ്ട്, പക്ഷെ റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവമാണ്. കാരണം അപ്പൊ 1987 ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് വരെ കോഴിക്കോട്, നെഹ്റു കപ്പ് ഇന്റർനാഷണൽ ടൂർണമെന്റ്. അപ്പൊ അന്ന് നമ്മൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള മെയിൻ റിപ്പോർട്ട് ഉണ്ടാവും, അതിന്റെ കൂടെ സൈഡ് ലൈറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെയൊക്കെ നിയോഗിക്കുന്നുണ്ട്. ഞാനുണ്ട്, അഷ്റഫ് ഉണ്ട്, സജീവൻ ഉണ്ട്, MP സതീഷ് കുമാർ ഉണ്ട്, പിന്നെ അങ്ങനെ. അപ്പം കോയക്കേനെ അല്ല റിപ്പോർട്ട് ചെയ്യാൻ അയക്കുന്നത് ട്രിവാൻഡ്രത്തെ അന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് റിപ്പോർട്ടർ യദുകുലകുമാർ, സീനിയർ ആയിട്ടുള്ള ആളാണ്, കൗമുദി വാരികയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, നല്ല ഫുട്ബോളിൽ അരച്ച് കലക്കി കുടിക്കിയ ആളാണ്, ഒരു പ്രത്യേക ശൈലിയെ പുള്ളി. അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട് ഇങ്ങനെ യദുകുലകുമാർ വരും എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം വന്ന് മാത്യു സാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഡെസ്കിൽ തന്നെയാണ് ന്യൂസ് എഡിറ്റർക്ക് ഇരിക്കുന്നത്, വല്ല റൂമൊന്നുമില്ലെന്ന്. അപ്പൊ ഡെസ്കിൽ മാത്യു സാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ യദുവണ്ണൻ വന്നിട്ട് മാത്യു സാറായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ യദുവണ്ണൻ സാധാരണ ഒരു മനുഷ്യൻ. ഞാൻ വിചാരിച്ച സ്പോർട്സ് റിപ്പോർട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അങ്ങനെയൊന്നുമില്ല, ഒരു സാധാരണ ഒരു മനുഷ്യൻ വന്നിട്ട് മാത്യു സാറായിട്ട് സംസാരിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇയാള് ചൂടായിട്ട് എഴുന്നേറ്റ് കൊടുങ്കാറ്റുമായി ഇറങ്ങിപ്പോയി. യദുവണ്ണൻ. മാത്യു സാറാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥനായിട്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കി എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിരുന്നു. അപ്പൊ മാത്യു സാർ എന്നെ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. താൻ എവിടെ വന്നു? താനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു സാറിന് എങ്ങനെ, സാറ് വന്നതല്ലേ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കട്ടൻ ഡേസർ എഴുതി കൊടുക്കുക, നാളെ തുടങ്ങാം. പിറ്റേ ദിവസം തുടങ്ങാൻ പോവാണ് ടൂർണമെന്റ്. ഞാൻ യാതൊരു തരത്തിൽ ആരൊക്കെയാ ടീംസ് എന്ന് പോലും നോക്കിയില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ യദുവണ്ണം വന്നിട്ട് പുള്ളി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡൊക്കെ ഉള്ള ആൾ. പുള്ളി പറഞ്ഞു എനിക്ക് റിപ്പോർട്ട് കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല, അവിടെ ഒരാൾ വരണം, അല്ലെങ്കിൽ ഒരു ടാക്സി അയക്കണം, ഞാൻ ടാക്സിയിൽ വരും എന്നൊക്കെ പറഞ്ഞു. മാത്യു സാർ പറഞ്ഞു മാത്യു സാറിന് അല്ലെങ്കിലേ പുറത്തുനിന്ന് ഒരാൾ വരുന്ന ഇഷ്ടമില്ല, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങൊരു ദേഷ്യം ഇട്ട് ഇറങ്ങി. അപ്പൊ അങ്ങനെ യാദൃശ്ചികമായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്ത് എറിയപ്പെട്ടു എന്ന് പറയാ വേണമെങ്കിൽ. അപ്പൊ ഞാനാണ് മെയിൻ റിപ്പോർട്ട്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. കാരണം വെച്ചാൽ അന്ന് നമ്മളെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ മുസ്തഫയാണ്, അന്ന് കേരളത്തിലെ ഏറ്റവും, പിന്നീട് മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫറൊക്കെ മാറിയത്, അസാധ്യ ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫിയാണ് അയാളുടെ എഴുത്തും വായനയും എന്നുള്ളതാണ് സത്യം. പിന്നെ അതിനൊപ്പം അന്ന് മാത്യു സാറും എല്ലാവരും കൂടി വേറൊരു പരിഷ്കാരം കൂടി, ഒരു പരീക്ഷണം നടത്തി. അതായത് ആർട്ടിസ്റ്റ് നമ്പൂരി പ്രസ് ബോക്സിലിരിക്കും നമ്മുടെ കൂടെ, എന്നിട്ട് പുള്ളിയും കളി കാണുന്നുണ്ടാവും. പുള്ളി ഇത് ഈ വരയ്ക്കും കാരിക്കേച്ചേഴ്സ്, അതായത് കളിയിൽ നിന്നുള്ള ചില മോമെന്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഗാലറിയിൽ നിന്നുള്ള മോമെന്റ്സ് ആയിരിക്കാം, ഇത് പുള്ളി വരയ്ക്കും പുള്ളിയുടേതായ രീതിയിൽ. എന്നിട്ട് അന്ന് ഈ മുസ്തഫയുടെ ഫോട്ടോ ഒരു സൈഡും നമ്പൂരിയുടെ ചിത്രം ഒരു സൈഡിലും ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ റിപ്പോർട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നീടോ അതിന് മുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ചില വിഷ്വൽസ് ഇപ്പോഴും മുസ്തഫ എനിക്ക് അയച്ചു തരുമ്പോൾ അത്ഭുതപ്പെടും. കാരണം ക്രൗഡിന്റെ അതുമാതിരി ചില ഫൗൾസ്, ഗോളി പിടിക്കുന്നു, ഇതൊക്കെ നമ്പൂരിയുടെ, പുള്ളി ഒരു ഫുട്ബോൾ പ്രേമിയും കൂടിയാണ്, കാഴ്ചപ്പാടിൽ കൂടെ വരിക. അപ്പൊ അത് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരുന്നു. അന്നത്തെ കേരളമതി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കോപ്പി ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അത് 50,000 വരെ ആകുന്നതിൽ ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാത്യു സാറിന്റെ നേതൃത്വത്തിലാണ് 50,000 ആയി മാറി. ഈ മാതൃഭൂമിയുടെ ഒക്കെ എന്താ പറയുക മേധാവിത്വമുള്ള സ്ഥലത്ത് നിന്നുള്ള വലിയ അത്ഭുതമായിരുന്നു. അപ്പൊ നെഹ്റു കപ്പ് ഗംഭീരമായിട്ട് കവർ ചെയ്തു. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് മാതൃഭൂമിയിൽ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ, പക്ഷെ കിട്ടുന്നൊന്നുമില്ല. ഈ പറഞ്ഞ മാതിരി ഞാൻ എഡിറ്റോറിയൽ ഒന്നും വായിക്കാം. അവിടെ ചെന്ന ഉടനെ എന്നോട് MD നാലപ്പാടുണ്ട്, VM കൊറാത്ത് ഉണ്ട്, വിംസി ഉണ്ട്. വിംസിയാണ് എന്നോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. വിംസിയുടെ ആത്മകഥയിൽ അതിനെക്കുറിച്ച് ഒരു അധ്യായം തന്നെ എഴുതിയിട്ടുണ്ട് ആ ഇന്റർവ്യൂവിന് ഞാൻ പോയത്. പിന്നെ എഴുത്തച്ഛൻ എന്നിട്ടുണ്ട്, മോഹൻദാസ് സദാശിവൻ, ഇവരൊക്കെ ഇരിക്കുക. ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ എഡിറ്റോറിയൽ വായിച്ചിരുന്നോ? ഞാൻ പറഞ്ഞു സാർ എഡിറ്റോറിയൽ ഇതുവരെ വായിച്ചിട്ടില്ല. എഡിറ്റോറിയൽ വായിക്കില്ലേ പത്രത്തിൽ? ഇല്ല സാർ എനിക്കത് മനസ്സിലായില്ല. ശരി, എണ്ണക്കരുക്കൾക്ക് ഇപ്പൊ എന്താ ഒരു പ്രതിസന്ധി? എനിക്ക് എണ്ണക്കരു എന്താന്ന് തന്നെ പിടികിട്ടിയില്ല സത്യം പറഞ്ഞ. ശരിക്കും പറഞ്ഞാൽ പൊട്ടത്തരം, ഒരിക്കലും അങ്ങനെ ഒരു ജേർണലിസം. പക്ഷെ നമ്മുടെ മനസ്സിൽ സ്പോർട്സ് റിപ്പോർട്ടിങ് കിടക്കുന്നതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോ. ബാക്കി എല്ലാം സ്പോർട്സിലെല്ലാം അരച്ച് കളക്കിട്ട പോണ്. ഒരു സ്വപ്നവും അതാണ്, കളി എഴുത്താനുള്ള ഒരു സ്വപ്നം. അപ്പൊ അവസാനം ഫ്ലോപ്പായി.
അപ്പൊ വിംസി പറയും ഞാനാണ് നിന്നെ, പിന്നീട് അതിൽ എഴുതിയിട്ടുണ്ട്, ഞാനാണ് ഈ രവിമേനോനെ അവിടേക്ക് വിളിച്ചതും അയാളെ ശരിക്കും അയാളെ നോക്കണം, അയാളെ പറ്റിയെങ്കിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞത് ഞാൻ തന്നെ അയാളെ പേര് വെട്ടി എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ നെഹ്റു കപ്പ് കഴിഞ്ഞപ്പോ മനോരമയിൽ നിന്ന് തന്നെ വിളിച്ചു, ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു, അബു സാറ് ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു മനോരമ. അപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷൻ. വെച്ചാൽ കോഴിക്കോട് വിട്ട് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പങ്ങളിൽ പോലും ഇല്ല, അത്രയും ഹോം സിക്നെസ് ആണ്. ഇത് കോട്ടയത്ത് പോണ്ടേ. പക്ഷെ എന്നാലും അവർ പറഞ്ഞപ്പോ ഇന്റർവ്യൂവിനൊക്കെ പോയി. ഇന്റർവ്യൂ ഒന്നും വലിയ കാര്യമായിട്ടില്ലെങ്കിൽ, പക്ഷെ മനോരമ അവർ ഒരാളെ എടുക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുക്കുമല്ലോ. കെ എം മാത്യു ഒക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഞാൻ മ്യൂസിക്കിനെ പറ്റിയൊക്കെ എഴുതി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം അത് വേറൊരു കഥയാണ്, ഞാൻ പറയാം. അപ്പോ മനോരമയിൽ ചെന്നു, കിട്ടി മനോരമയിൽ. അത് കഴിഞ്ഞിട്ട് ടെലഗ്രാം ഒക്കെ അടിച്ച് ആപ്ലിക്കേഷൻ ഇതൊക്കെ അയച്ചപ്പോൾ എനിക്ക് പോകാൻ മടി. അപ്പൊ ആണെങ്കിൽ കോഴിക്കോട് വിടാനേ പറ്റില്ല, ഭയങ്കര ഹോം സിക്ക്. അച്ഛനെയൊക്കെ വിളിച്ചവര്, പിന്നെ അവസാനം ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ മാത്യു സാറിനോട് ചോദിച്ചു, മാത്യു സാർ ഇങ്ങനെ ഒരു പ്രശ്നം. മാത്യു സാർ പറഞ്ഞു നല്ല ഓപ്പണിംഗ് ആണ്, സംശയമൊന്നുമില്ല, പക്ഷെ അതൊരു വലിയ സമുദ്രമാണ്, ഇതൊരു ചെറിയൊരു കുളമാണ്, ഇവിടെ കളിക്കുമ്പോൾ അതിൻ്റെതായ ഗുണമുണ്ട്. അത് വളരെ ഒരു എന്താ പറയാ പ്രോഫറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നി എനിക്ക്. കാരണം ഞാനാണെങ്കിൽ പോവാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഒഴികെ നോക്കിയിരിക്കുകയാണല്ലോ. ഇത് കിട്ടിയപ്പോ ഞാൻ അതിൽ ചാടി വീണു, അങ്ങനെ ഞാൻ പോയില്ല. അതെപ്പോഴും അവസാനം പറയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടിനെ കുറിച്ച് അന്ന് എഴുതലൊന്നുമില്ല, ഒക്കെ കളി തന്നെയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഒരിക്കല് പീലീല വന്നു, പാട്ടുകാരി പീലീല, കോഴിക്കോട് ഒരു പരിപാടി. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമാണ് ലീല ചേച്ചി ഒന്ന് പോയി കാണണം. പാട്ടിനോടാണല്ലോ അന്നത്തെ വല്ല പ്രധാനപ്പെട്ട ഒരു ഇത്. അപ്പൊ അന്ന് നമ്മളെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന പാട്ടുകൾ, ഗുരുവായൂർ അമ്പലത്തിൽ പോയ നാരായണീയം കേൾക്കാം, ജ്ഞാനപ്പാനയൊക്കെ ലീല ചേച്ചിയാണ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം. അങ്ങനെയുള്ള ഒരാളെ കാണണം, പരിചയപ്പെടണം എന്നൊരാഗ്രഹം. അപ്പൊ ഞാൻ ഈ മുല്ലശ്ശേരി രാജുവേട്ടനോട് പറഞ്ഞപ്പോൾ അവർക്കറിയാം സംഗീത ലോകത്ത് നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പൊ പുള്ളി ഒരു കിടപ്പിലാണ്, പൂർണ്ണമായ കിടപ്പിലായ ഒരു മനുഷ്യനാണ്, പക്ഷെ ഒരു ഫോണിൽ പുള്ളി എല്ലാ കാര്യവും നടക്കും ലോകത്തുള്ള. ഉടനെ ലീല ചേച്ചിനെ വിളിച്ചു, എൻ്റെ ഒരു അനന്തരവൻ ചേച്ചി കാണണം എന്ന് പറയുന്നു. ആ വന്നോട്ടെ കുട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അളകാപുരിയിൽ പോയി. അളകാപുരിയിൽ കോട്ടേജിൽ അവർ വന്നിരിക്കുന്നുണ്ട്, ഒരു ഗുരുവായൂരപ്പന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ മേശപ്പുറത്ത് വെച്ച്, നല്ലൊരു വയസ്സായിട്ടുള്ളൊരു സ്ത്രീ. അപ്പൊ അവിടെ ചെന്ന് കുറെ സംസാരിച്ചപ്പോ എനിക്ക് ഈ കൗതുകങ്ങൾ അന്നുണ്ട്. ഈ ഒരു റിസർച്ച്മെന്റ് എന്തോ പാട്ടിന്റെ പിന്നിലുള്ള കഥകളും അങ്ങനത്തെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ അവരെന്നോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനാ, ഇപ്പൊ ഒരു മോൻ എന്തിനാ അതൊക്കെ അറിയുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ ചേച്ചി, എനിക്കിതൊക്കെ ഭയങ്കര രസമാണെന്ന് പറഞ്ഞു. അപ്പൊ അവരാ കഥകളൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ റെക്കോർഡിങ് 48-ല് ഇങ്ങനെ മൈക്കിലേക്ക് എത്തിപ്പെടുന്നില്ല, അതുകൊണ്ട് സ്റ്റൂളിന്റെ മേലെ കയറി നിന്നിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എഴുതിയെടുക്കുന്നതിൽ കേൾക്കാൻ വേണ്ടി പോണാണല്ലോ. ഇതൊക്കെ കേട്ടു 1 മണിക്കൂറോളം സംസാരിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് പുറത്തേക്ക് പോരാ റൂമെന്ന്. ലീല ചേച്ചി എന്നെ സി ഓഫ് ചെയ്യാൻ വേണ്ടി കൂടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വാതിൽ തുറന്നിട്ട് ലീല ചേച്ചി എന്നോട് ചോദിച്ചു, അല്ല രവി, ഇതിപ്പോ എവിടെ അടിച്ചു വരിക? അതപ്പൊ എനിക്ക് ഭയങ്കര ഷോക്കായി. കാരണം അവരൊരു പാവ സ്ത്രീയാണേ, നമ്മൾ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ത്രീ. അവര് അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, ഇപ്പൊ എഴുതുന്നില്ല, വെറുതെ വന്നതാന്ന് പറയാൻ പറ്റും. അപ്പൊ അവര് ശരിക്കും അങ്ങനെ, ഞാൻ കേരളമതിയിലുള്ള ഒരാളാണ്, ഒരു ജേർണലിസ്റ്റ് ആണ്, അപ്പൊ ഇന്റർവ്യൂ ചെയ്യാനാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നോട് സംസാരിച്ചിരിക്കുക. അപ്പോ ഞാൻ ആകെ ആശയക്കുഴപ്പത്തില്ല, എന്താ ചെയ്യുക ലീല ചേച്ചി, ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മളിത് എഴുതാതിരിക്കുക എന്ന് പറഞ്ഞാൽ. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ ഇന്റർവ്യൂവിന്റെ ഓർമ്മയെന്ന് എഴുതി ഉണ്ടാക്കി. അത് ഭാസുരേന്ദ്രൻ അയച്ചു. ഭാസുരേന്ദ്രൻ അന്ന് സൺഡേയുടെ എഡിറ്ററാ, അയച്ചു കൊടുത്തു. പുള്ളി അത് പിറ്റത്തെ ആഴ്ച ഉജ്ജയിനിയിലെ ഗായിക എന്ന് മനോഹരമായ ഒരു തലക്കെട്ടിട്ട് അത് പബ്ലിഷ് ചെയ്തു. അങ്ങനെ ഞാൻ പോലും അറിയാതെ ഞാൻ പാട്ടിനെ കുറിച്ച് എഴുതുന്ന ഒരാളായി മാറി. പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഭാസുരേന്ദ്രൻ തന്നെ പറഞ്ഞു നിങ്ങൾ ഇടയ്ക്ക് എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എഴുതി തുടങ്ങുന്നത്. പിന്നെ അന്ന് എൻ പി ഉണ്ടായിരുന്നു. എൻ പിയും നല്ല പ്രോത്സാഹനമായിരുന്നു, പാട്ടുകളെ കുറിച്ച് എഴുതുന്നു. ഫുട്ബോളും ഇഷ്ടമാണ് അദ്ദേഹത്തിന്. എന്നെ MT കാണാൻ അയക്കുന്നതും NP ആണ്. അപ്പൊ അത് ആ മാതൃഭൂമിയിൽ ആദ്യമായിട്ട് ലേഖനം. അപ്പൊ അന്ന് വീക്ക്ലിയുടെ ചാർജ് MT ആണ്. അപ്പൊ MT കാണണം. ഒരു വാസുദേവൻ നായർ എന്നോട് ചോദിച്ചു, ഒരു സ്പോർട്സിനെ കുറിച്ചൊരു ആരെങ്കിലും എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞപ്പോ ഞാൻ രവിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കാഴ്ച ഞാൻ എഴുതിയിട്ടുണ്ട് പ്രാവശ്യം. അതായത് MT ഓഫീസിൽ ചെന്ന് കാണുന്നു, മാതൃഭൂമി ഓഫീസിൽ ചെന്ന് കാണുന്നു. അപ്പൊ പറഞ്ഞു കേട്ട പോലെ തന്നെ പുള്ളി ആദ്യം എന്നെ കാണുന്നേ ഇല്ല, കുറെ നേരം ഇരുന്നു. കുറച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞിട്ട് പുള്ളി എന്നെ ഇരിക്കാൻ പറഞ്ഞോ അതോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. രണ്ടും കൽപ്പിച്ച് ഇരുന്നു. ഇരുന്നപ്പോ പുള്ളി വിരോധമൊന്നും പറഞ്ഞില്ല.
പിന്നെയും ഒരു വലിയൊരു നിശബ്ദത. ഒരു അരവിന്ദൻ സിനിമയൊക്കെ കാണുന്ന പോലെ നമ്മള്. അപ്പൊ അത് കഴിഞ്ഞിട്ട് യാദൃശ്ചികമായിട്ട് പുള്ളി പെട്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സാധനം കൊടുക്കുന്നു. ഉണ്ട്. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തുന്ന വെച്ചാൽ സ്പോർട്സ് ആണല്ലോ വിഷയം. അപ്പൊ പുള്ളി ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ പുള്ളി എന്നോട് ഒന്ന് രണ്ട് ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ട് അന്നത്തെ ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ, അതിൽ കളിക്കുന്ന കളിക്കാർ, അതിന്റെ സിമെന്റ് കോർട്ട്, ഗ്രാസ് കോർട്ട്, ക്ലേ കോർട്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ, അതിന്റെ ആ ബൗൺസ്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ അന്തം വിട്ടുപോയി. MT വാസുദേവൻ നമ്മള് അപ്പുണ്ണിയുടെ നാലുകെട്ടിന്റെ കഥയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഇപ്പോ ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോ ശരിക്കും ആ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ജീനിയസ് അന്ന് എന്റെ മുന്നിൽ വെളിപ്പെട്ടു എന്നുള്ള ഞാൻ പറയും. അപ്പൊ അങ്ങനെ ആ സ്പോർട്സ് ആദ്യമായിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്ലാതെ MT ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് കേരളാവധി ഉള്ള സമയത്ത് തന്നെയാണ്. അന്ന് കേരളാവധിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിപ്പോ കേരളാവധിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അങ്ങനെ പുറത്ത് എഴുതിയെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ പുറത്തൊരു ചില ചാനലിൽ പോയി വർക്ക് ചെയ്യുക, അതൊന്നും അവർക്ക് വിരോധമല്ല. നമ്മുടെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. മണിസാർ, അതിന്റെ ചീഫ് എഡിറ്റർ മണിസാർ തന്നെ എങ്ങനെയാ പറയാ, നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിലോ എന്തിലോ ഏതിൽ വേണേ എഴുതിക്കോളൂ, ഇവിടുത്തെ പണി നടത്തി തരണം എന്ന് പറയും. ഇന്നിപ്പോ മറ്റു പത്രങ്ങളിലും സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അതെപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ഈ മലയാളം ജേർണലിസം ആയിക്കൊണ്ടിരിക്കുന്നു. നാഗ്ജി ട്രോഫിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നു, പോൾസൺ, KO പോൾസൺ എന്ന് പറഞ്ഞു, കൊച്ചിയിൽ നിന്ന്. അപ്പൊ എന്നോട് പോൾസൺ ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ഇതുവരെ ഇംഗ്ലീഷിൽ എഴുതിയില്ല. ശ്രമിച്ചു നോക്കിക്കൂടെ ചോദിച്ചു. ശ്രമിച്ചു നോക്കാം, വെറുതെ ഒരു റിപ്പോർട്ട് എഴുതി തരുന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അതോ അവിടെ ഇരുന്നോ മറ്റൊരു റിപ്പോർട്ട് വെറുതെ ഇംഗ്ലീഷിൽ, ആ മാച്ചിന്റെ അന്നത്തെ റിപ്പോർട്ട്. പോൾസൺ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു സ്പോർട്സ് റിപ്പോർട്ടർ വേണം, ഫുട്ബോളൊക്കെ ചെയ്യുന്നത്. കൊച്ചിയിലാണ്, ഡെസ്കിലാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരാൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ വിടുകയാണ്, ഫ്രാൻസിസ് പുലിക്കോടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോവുക അതോ എന്തോ ആണ്. അപ്പൊ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ റിപ്പോർട്ടർ വേണം. അപ്പൊ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയ ശീലമൊന്നുമില്ല, കത്ത് വരെ എഴുതിയിട്ടില്ല. അങ്ങനെ സർവ്വ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ഞാൻ കൊച്ചിയിൽ പോയി. അപ്പൊ അവിടെ MK ദാസ് ആണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ എത്രയും നമ്മളെ എന്താ പറയുക, പല എഡിറ്റേഴ്സിനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തെ പോലെ ഒരു എഡിറ്റർ ഞാൻ കണ്ടിട്ടില്ല. കാരണം വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്ന ഒരു മനുഷ്യൻ, വളരെ പ്രാക്ടിക്കലാണ്. എന്റെ പേടി മുഴുവൻ അദ്ദേഹം അകറ്റി. ഞാൻ അവിടെ ചെന്ന ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഇംഗ്ലീഷിൽ ഇങ്ങനെ നോക്കാം, ശ്രമിച്ചു നോക്കൂ, ഡെസ്ക് പോയിരിക്കുക. അങ്ങനെ അന്ന് അദ്ദേഹത്തിന്റെ ഉറപ്പിലാണ് ഞാൻ അവിടെ സ്പോർട്സ് റിപ്പോർട്ടിങ്ങിൽ ചേരുന്നത്. അങ്ങനെ അവിടെ അന്ന് ഹരിഹരനന്ദൻ ഉണ്ട്, പോൾസൺ ഉണ്ട്, പ്രദീപ് ഉണ്ട്, സ്റ്റാൻ രായൻ, അങ്ങനെ ഞങ്ങളുടെ ഒരു സ്പോർട്സിന് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട്, മലയാളം പത്രങ്ങളെ മാതിരി അല്ലല്ലോ, ഇംഗ്ലീഷ് പത്രത്തിൽ സ്പോർട്സിന്റെ മാത്രം നോക്കിയാൽ മതി. അങ്ങനെ അവരുടെ ഫുട്ബോൾ റിപ്പോർട്ടറായി. അതിൽ ഓൾ ഇന്ത്യ, എനിക്ക് തോന്നുന്നു ഫെഡറേഷൻ കപ്പ്, നാഷണൽ ലീഗ്, അങ്ങനെ 10 കൊല്ലത്തിലേറെ കാലം അവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തു. അപ്പൊ അതിനിടയ്ക്ക് ഈ പാട്ടിനെ കുറിച്ചുള്ള എഴുത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്പ്രസിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എക്സ്പ്രസ് ഒരു മലയാളം പബ്ലിക്കേഷൻ തുടങ്ങി, മലയാളം വാരിക എന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ജയന്തൻ സാർ കലാമതിയിൽ ആയിരുന്ന കാലമായിരുന്നു. കലാമതിയിൽ ഞാൻ അതിനു മുമ്പ് എഴുതിയിരുന്നു. PT ഉഷ ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ജയിച്ച് വന്ന സമയത്ത് ജയേന്ദ്ര സാർ എന്നെ കൊണ്ട് ഒരു ആർട്ടിക്കിൾ എഴുതിച്ചിരുന്നു, ഉഷേനെ പോയി കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ജയേന്ദ്ര സാറിനും താല്പര്യമാണ്, സ്പോർട്സ് ആർട്ടിക്കിൾസ് എഴുതിച്ചിരുന്നു. പിന്നെ മലയാളത്തിൽ വന്നപ്പോൾ മലയാളം വാരികയ്ക്ക് വേണ്ടി എഴുതിച്ചു. അങ്ങനെ പാരലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ നമ്മളെ ജീവിതത്തിൽ തന്നെ, പത്രപ്രവർത്തന ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ക്രൈസിസ് വന്നു, ശമ്പളമൊക്കെ വൈകി തുടങ്ങി. അപ്പൊ ആ സമയത്താണ് മുജാഹിദുകാർ കോഴിക്കോട് നിന്ന് ഒരു പത്രം തുടങ്ങുന്നത്, വർത്തമാനം എന്നിട്ട്. അപ്പൊ അതിന്റെ ചീഫ് എഡിറ്റർ സുകുമാർ അഴീക്കോടാണ്, ന്യൂസ് എഡിറ്റർ PJ മാത്യു ആണ്, ന്യൂസ് എഡിറ്റർ റാങ്ക് PJ മാത്യു ആണ്. അപ്പൊ മാത്യു സാർ ഇങ്ങനെ എനിക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം എക്സ്പ്രസിൽ ഓൾറെഡി നമ്മളൊരു ക്രൈസിസിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ശമ്പളമൊക്കെ കൂട്ടിത്തരും, പുതിയൊരു പത്രം. അപ്പൊ അവർ വലിയ സ്വപ്നങ്ങളോടുകൂടി തുടങ്ങുകയാണ്, ഹിന്ദുവിനെ പോലെ ഒരു മലയാള പത്രം എന്നൊക്കെയാ പറഞ്ഞതെന്ന്. അങ്ങനെ അവിടെ ചേർന്നു. പക്ഷെ അവിടെ ചെറിയ എന്തൊക്കെയോ പല പ്രശ്നങ്ങൾ വന്നു, മാനേജ്മെന്റ് ലെവൽ പ്രശ്നങ്ങൾ വന്നു, രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവരുടെ പാർട്ടി, അവരുടെ സംഘടനയ്ക്കകത്ത് പ്രശ്നങ്ങൾ വന്നു, ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ വന്നൊക്കെ ആ പത്രം ഒരു 6-7 മാസമേ ഞാൻ അവിടെ നിന്നുള്ളൂ. അവിടുന്ന് വിട്ടു. അവിടുന്ന് വിടുന്ന സമയത്ത് പെട്ടെന്ന് പ്രസാദലക്ഷ്മി എന്നെ വിളിച്ചു. പിന്നെ രവി എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്, നിങ്ങൾക്ക് കേരളമതിയിലേക്ക് തന്നെ വന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ട്രിവാൻഡ്രത്ത് വരണം. എന്താ ട്രിവാൻഡ്രത്ത് വന്നാൽ എന്താ? പിന്നെ മണിസാറുമായിട്ട് സംസാരിച്ചു, മണിസാറിന് ഫോൺ ചെയ്തു.
സാർ എന്താ നിങ്ങൾക്ക് എന്താ കോഴിക്കോട് മാത്രമേ നിങ്ങൾ പറ്റുള്ളൂ, ട്രിവാൻഡ്രത്ത് വരൂ, നല്ല സ്ഥലമാണ്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നു. കേരളമതിയിൽ കേരളമതിയിലും ഇതേമാതിരി തന്നെ 3-4 കൊല്ലം വർക്ക് ചെയ്തു. അപ്പോഴാണ് ഇന്ത്യൻ മാതൃഭൂമിയിൽ നിന്ന് ശ്രേയംസ് കുമാർ സാറ് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും BC ജോജോവും കൂടി കേരളമതിയുടെ ഈ തീം സോങ്, അതായത് ഫോണിനൊക്കെ വേണ്ടിയിട്ടുള്ള തീം സോങ് രമേശ് നാരായണനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും ജോജോവും കൂടി. അപ്പോഴാണ് ഇദ്ദേഹം വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ, ഞങ്ങളൊരു FM റേഡിയോ തുടങ്ങാണ്, മാതൃഭൂമി ക്ലബ് FM എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾ ഇവിടെ വേണമെന്ന് ഒരു ആഗ്രഹമുണ്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു പ്രത്യേക ലോകമല്ലേ ഇത്. റേഡിയോ നമുക്ക് ഇഷ്ടമുള്ള സംഭവമാണ്, പാട്ട് ഇഷ്ടമാണ്, ഒരു പ്രത്യേക ലോകമാണ്, മാതൃഭൂമിയാണ്, കോഴിക്കോട് പോകാം എന്നൊക്കെയുള്ളൊരു സ്വപ്ന. അങ്ങനെ ഞാൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, ഏകദേശം എനിക്കൊന്ന് അത് 1 മാസം കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയിൽ പോകുന്നു. അത് പുതിയൊരു ലോകമാണ് FM റേഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അതുവരെ ഈ ജേർണലിസ്റ്റിക് ആളുകളെ കാണുന്നുള്ളൂ, ബുദ്ധിജീവികൾ. ഇതിപ്പോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വളരെ യങ്സ്റ്റേഴ്സ്, അന്നത്തെ ടീനേജേഴ്സ്, ന്യൂജൻ കുട്ടികൾ, 20, 24, 25 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾ. അവർക്ക് ഭയങ്കര വിജ്ഞാന ഭണ്ഡാകാരങ്ങളൊന്നുമില്ല, പത്രം വായിക്കുന്നവരെ കുറവാ, പക്ഷെ ഭയങ്കര ബബ്ലിയാണ്, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില സംസാരങ്ങളൊക്കെ ഉള്ളതാണ് ഓൺ എയർ. അപ്പൊ ആ കൾച്ചറിലേക്ക് നമ്മൾ അറിയാണ്ട് എങ്ങനെ പാകപ്പെടുകയാണ്. അങ്ങനെ അവിടെയും ഒരു 10-15 വർഷം. അതിനിടയ്ക്ക് മാതൃഭൂമിയുടെ ഗ്രൂപ്പിന്റെ മ്യൂസിക് റിസർച്ച് ഹെഡായിട്ട്, FM മാത്രമല്ല ഗ്രൂപ്പിന്റെ തന്നെ മ്യൂസിക്കിന്റെ ചാർജ് ആയിട്ട് തന്നു എനിക്ക്. അപ്പൊ അങ്ങനെ ഞാൻ ടെലിവിഷന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യേണ്ടത്, ചക്കരപ്പന്തൽ എന്നൊരു പരിപാടി വളരെ പോപ്പുലർ ആയിരുന്നു. എല്ലാ ആഴ്ചയും പാട്ടുകള് തീം വെച്ചിട്ടും ഒരു നൊസ്റ്റാൾജിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനം. അത് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാല്, മണിസാറ് ഒരു ദിവസം എന്നെ വിളിച്ചു. അതിനു മുമ്പ് ഞാൻ അമൃത TVയിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അമൃതയില് ചിത്രാഞ്ജലി എന്നൊരു പരിപാടി ചെയ്തിരുന്നു. അത് ഹിന്ദി പാട്ടുകൾ. അപ്പൊ ഒരു ദിവസം ഞാൻ കേരളവതിയുള്ള സമയത്ത് ചെയ്യുന്നു. ഒരു ദിവസം എന്നെ വിളിച്ചു മണിസാറ്, ഇരിക്കവിടെ വെച്ചു, നിങ്ങളെന്താ അമൃത TVയിൽ പരിപാടി ചെയ്യുന്നുണ്ട്? ഞാനാകെ ടെൻഷനായി പോയി. കാരണം ഇവിടെ ശമ്പളം വാങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല സാർ, അതൊരു കോൺട്രാക്ട് ഉണ്ട്, അപ്പോ കുറച്ച് ഈ ഒരു 5-6 മാസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ നിർത്താം എന്ന് പറഞ്ഞു. അതിന് നിർത്തണെന്തിനാ? മുകേഷിന്റെ പാട്ടുകൾ നിങ്ങൾ വെക്കുന്നില്ല, അടുത്ത മുകേഷിന്റെ പാട്ടുകൾ വരട്ടെ എന്ന്. ഞാൻ അന്തം വിട്ടു. കാരണം അത് സ്ഥിരമായിട്ട് പുള്ളി കാണുന്ന. പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പാട്ടുകളുടെ CD കൊണ്ടു കൊടുക്കണ ഈ പ്രോഗ്രാമിന്റെ എന്നൊക്കെ ഭയങ്കര. ഞാൻ പറഞ്ഞു, നമ്മളെ വിചിത്രമായിട്ടുള്ള മണിസാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ ഓർമ്മ വരും. ഒരു പ്രത്യേക ഒരു ഇതാണ് പുള്ളി. അതായത് ഒരു എന്താ പറയാ, നമ്മള് സാധാരണ ഒരു എഡിറ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിക്കുകയും ഒരു ടാസ്ക് മാസ്റ്റേഴ്സിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. മണിസാർ വളരെ സോബർ ആയിട്ടുള്ള, ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എങ്ങനെയാണ് ഒരു വാർത്ത എഴുതുന്ന പോലും ജനങ്ങൾ സംസാരിക്കുന്ന പോലെ എഴുതണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എഴുതുന്നൊക്കെ വായിച്ചിട്ട് അഭിപ്രായം പറയുന്ന ആൾ. പാട്ട് വലിയ ഇഷ്ടമായതുകൊണ്ട് അങ്ങനത്തെ എഡിറ്റേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. മാത്യു സാറായാലും, പിന്നീട് ഇദ്ദേഹം നമ്മളെ ദാസ് സാറായാലും, അതിനുശേഷം വന്ന മണിസാറായാലും, പ്രസാദ് ലക്ഷ്മണനായാലും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ. അത് കഴിഞ്ഞാൽ മാതൃഭൂമിയിൽ വന്നപ്പോൾ MD ആണെങ്കിൽ പോലും, അദ്ദേഹം ഡയറക്ടർ ഓഫ് മാർക്കറ്റിംഗ് ആയിരുന്നു, ശ്രേയംസ് കുമാർ, പിന്നെ MD ആയി. പക്ഷെ അദ്ദേഹം വളരെ എന്താ പറയുക, ജോവിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി. നമുക്കൊരിക്കലും, അദ്ദേഹം വളരെ ടഫായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നെങ്കിലും മ്യൂസിക് വളരെ ഇഷ്ടമാണ്, ഹ്യൂമർ വളരെ ആസ്വദിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ബാക്കിംഗ് എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അതിൽ ഒരു പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് കമൽറാം സജീവ് എഡിറ്ററായിട്ട് വരികയാണ്. ഒരു പ്രത്യേക അത് ശ്രേയംസ് കുമാറിന്റെ ഒരു പ്ലാനാണ്. അതായത് ആ വീക്കിലി വേറൊരു പഴയ ഒരു സ്റ്റൈൽ, ട്രഡീഷണൽ സ്റ്റൈലിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കുറച്ചും കൂടി അഗ്രസീവായിട്ടും കുറച്ചും കൂടി വെറൈറ്റി അനുഭവപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പബ്ലിക്കേഷനായി മാറ്റണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അന്ന് യുവ തുർക്കിയാണ് കമൽറാം സജീവിനെ എഡിറ്ററായിട്ട് കൊണ്ടു. എഡിറ്ററായി ചാർജ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ എന്നെ വിളിച്ചു കമൽറാം. എന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ കമൽറാം പറഞ്ഞു, നേരത്തെ അറിയാം കമൽറാം നമ്മളെ കൗമുദിയിൽ ജൂനിയർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളൊരു കോളം തുടങ്ങണം എന്ന്. ഞാൻ പറഞ്ഞു, കോളം? എന്തിന്റെ കോളം? സ്പോർട്സ് കോളം തുടങ്ങണം എന്ന്. ഞാൻ പറഞ്ഞു, ആരാ ഇപ്പൊ സ്പോർട്സ് കോളം വായിക്കുക? വിംസി എഴുതിയിട്ട് ഒരു ആൾക്കാർക്ക് വായിക്കുന്നില്ല, പിന്നെയാണ് ഇനിയത്തെ കാലത്ത് ഇനി സ്പോർട്സ് ഒക്കെ എഴുതിയ ആള് വായിക്കുമോ എന്ന് വെച്ചു.
എന്നാ ഒരു പണി നിങ്ങൾ മ്യൂസിക്കിനെ പറ്റി എഴുതുന്നത്. ഞാൻ മ്യൂസിക്കിനെ പറ്റി എങ്ങനെ എല്ലാ ആഴ്ച എഴുതാനുള്ള എന്താ ഉണ്ടാവും ഇവിടെ മ്യൂസിക്? അപ്പൊ അന്നൊന്നും അങ്ങനെ മ്യൂസിക് എഴുതുന്നവർ വളരെ കുറവാണ്. ടി പി ശാസ്താമംഗലം മാത്രമേ എഴുതുന്നുള്ളൂ. വളരെ അപൂർവ ആൾക്കാർ, അതും ഈ ലിറിക്സിനെ പറ്റിയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പൊ കമൽറാം പറഞ്ഞു ശരി എന്നാ ഒരാഴ്ച എഴുതുന്നേ, നിങ്ങൾ നോക്കാൻ നോക്കുക. അപ്പൊ ശരി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച എനിക്ക് തോന്നുന്നു അവൻ ചാർജ് എടുത്തതിന്റെ രണ്ടാമത്തെ ഇഷ്യൂലോ മറ്റോ എഴുതിയത്. 2002-03 മറ്റാണത്. അപ്പോ ഒരു ലേഖനം എഴുതി. പക്ഷെ അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. വായനക്കാർ ഭയങ്കര കത്തുകളും, കാരണം എല്ലാവർക്കും അത്ഭുതം മാതൃഭൂമി ആഴ്ച പതിപ്പിനെ പോലുള്ള ഒരു പബ്ലിക്കേഷനിൽ. കാരണം ഭയങ്കര കുട്ടികൃഷ്ണമാരാറെ പറ്റി, അല്ലെങ്കിൽ മറ്റേ യോസയെ പറ്റി, മർക്കിസിനെ പറ്റിയിട്ടൊക്കെ വരുന്നൊരു സംഭവമാണുള്ളത്. അപ്പൊ അതിലിതാ സിനിമാ പാട്ടിനെ പറ്റിയൊരു പരിപാടി, പങ്ക്തിയല്ല ഒരു ലേഖനം. അപ്പൊ അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റബിലിറ്റി കിട്ടിയപ്പോൾ അവരെന്നെ പറഞ്ഞു ശരി നീ ഒരു പണിയെ നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ എഴുതിയാൽ മതി. അങ്ങനെ അങ്ങ് എഴുതി തുടങ്ങി. 1 വർഷത്തേക്ക് എഴുതാമെന്ന് വെച്ചു. എഴുതിയാൽ മതി. അത് കഴിഞ്ഞാൽ സാധാരണ എല്ലാ കോളും അങ്ങനെയാണല്ലോ. അപ്പോൾ 1 വർഷം, അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ നിർത്തിയപ്പോ വായനക്കാര് അത് തുടരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി. അത് വീണ്ടും പരസ്യം വെച്ചിട്ട് തുടങ്ങി. അതിൽ 15 വർഷം നീണ്ടു എന്നുള്ളതാണ്. ഞാൻ അവിടുന്ന് കമൽറാം സജീവ് അവിടുന്ന് വിട്ടു പോരുന്നവരെ, കമൽറാം അവിടുന്ന് വിട്ട ശേഷമാണ് നിന്നത്. പുതിയ എഡിറ്റർ വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെതായ സിസ്റ്റം ഒക്കെ വന്നപ്പോൾ പിന്നെ അതിന്ന് ഞാൻ പുറത്തൊക്കെ എഴുതി തുടങ്ങി, മറ്റു പബ്ലിക്കേഷൻസൊക്കെ എഴുതി തുടങ്ങുകയൊക്കെ ചെയ്തു. പക്ഷെ ഇത്രയും 15 കൊല്ലം അത് എഴുതാൻ പറ്റി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മളെ അറിയുന്നത്, അന്നും ഇപ്പോഴും എന്നെ കാണുന്ന പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ ഈ ലേഖനങ്ങളൊക്കെ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. അന്ന് എഴുതിയിട്ടുള്ള സംഭവങ്ങൾ എന്നോട് പറയാറുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അന്നത്തെ ആ ഒരു വലിയൊരു വായനാ സമൂഹത്തെ അത് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത്. കമൽറാം സജീവിന്റെ ഒരു അതുമാതിരി ശ്രേയാംസ് കുമാറിന്റെ, പുള്ളിയാണ് അത് രണ്ടാമത് തുടങ്ങിക്കോളാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പിന്തുണ അത് ആഴ്ചപ്പതിപ്പിൽ വന്നു. ഇന്നത്തെ മാതിരിയല്ല. അന്ന് വായിക്കുന്നവരുണ്ട്, ധാരാളം ഉണ്ടായിരുന്നു. പെട്ടെന്ന് വിറ്റുപോകും. ഇന്നിപ്പോ പബ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വീക്ക്ലീസ് ഒക്കെ അധികം ആളൊന്നും എനിക്ക് തോന്നുന്നില്ല വായിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ തന്നെ നമ്മൾ ഒരു വീക്ക്ലിയിൽ എഴുതി കഴിഞ്ഞാലും അതിനേക്കാളും വായനക്കാരുള്ളത് ഫേസ്ബുക്കിൽ ഇടുമ്പോഴാണത്. പക്ഷെ പണ്ടങ്ങനെയല്ല. ആഴ്ചപ്പതിപ്പ് കാത്തിരുന്ന് വായിക്കുന്ന ഒരു ആൾക്കാരുണ്ടായിരുന്നു. ഈ എഴുത്തിൽ കൂടെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ പലരെ ആളുകളെയും പരിചയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു അമൂല്യമായ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന് പറയുന്നത് ദേവരാം മാഷുമായിട്ടാണ്. കാരണം ദേവരാം മാഷ് എന്ന് പറഞ്ഞാൽ ചുറ്റും ഒരു അദൃശ്യമായ ഒരു ഭിത്തി സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിൽക്കുന്ന ആളാണ്. ആരും അങ്ങനെ അദ്ദേഹത്തോട് അടുക്കാൻ പോവില്ല, അദ്ദേഹത്തിന് താല്പര്യമില്ല. വളരെ സൂക്ഷ്മമായിട്ട് ആളുകളെ അകത്ത് പ്രവേശിപ്പിക്കും. അപ്പൊ എനിക്ക് പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹമായിട്ട് പരിചയപ്പെടാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിയില്ല. പിന്നെ അദ്ദേഹം അങ്ങനെ എല്ലാം വായിക്കുന്ന ഒരാളൊന്നുമല്ല. ഇതേ എഴുത്തുകാരനാന്ന് എന്താ എഴുത്ത് എന്ന് ചോദിക്കുന്നല്ലാണ്ട് ആരാന്നും ചോദിക്കാത്ത ആളാ. അപ്പൊ എൻ്റെ ഒരു ഭാഗ്യത്തിന് അന്ന് NJ നായർ ഹിന്ദുവിലുണ്ട്, ഞാൻ എൻ്റെ കൂടെ എക്സ്പ്രസിൽ ഉണ്ടായിരുന്നല്ല. NJക്ക് മാഷുമായിട്ട് നല്ല അടുപ്പാണ്. അപ്പൊ NJ എൻ്റെ കാര്യം പറഞ്ഞു മാഷെടുത്ത്. അങ്ങനെ കോഴിക്കോട് മാഷ് ഒരു ചികിത്സയ്ക്ക് വരുന്ന സമയം, ഒരു ചികിത്സയ്ക്ക് വന്നിരിക്കുക ബേബി മെമ്മോറിയൽ. അദ്ദേഹത്തിന്റെ ഒരു ആരാധകന്റെ വീട്ടിലെ താമസിക്കുന്നത്. മാഷിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് AC സഞ്ചരിക്കില്ല ട്രെയിനിൽ. അവന്മാര് AC റൂമിൽ താമസിക്കുക, വലിയ വലിയ റൂമിൽ താമസിക്കുക, വിദേശത്തേക്ക് ഫ്ലൈറ്റിൽ, ഇതൊന്നുമില്ല. പുള്ളി സാധാരണ 2ാം ക്ലാസ് ഇതിലേ വരുള്ളൂ. അങ്ങനത്തെ ആളുകളുടെ അടുത്ത്, ആരാധകരുടെ അടുത്തൊക്കെ താമസിക്കുക, സാധാരണ വീടുകളിലൊക്കെ താമസിക്കുക, അങ്ങനത്തെ ഒരാൾ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ ദിനേശ് എന്നൊരു ആരാധകന്റെ വീട്ടിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു. അപ്പൊ NJ നായർ പറഞ്ഞുകൊണ്ട് പുള്ളി എന്നെ ചിരിയോടുകൂടി സ്വീകരിച്ചു. സാധാരണ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു, ആരാന്ന് ചോദിച്ചിട്ട് അപ്പൊ തന്നെ പോയിക്കോളാൻ പറയുന്ന ഒരാളാണ്. അങ്ങനെ ആ ഒരു സൗഹൃദം, ഒരു ബന്ധം ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഇത് പുഷ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിലെനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു സംഭവം എന്ന് വെച്ചാല് അദ്ദേഹം ഒരു ഫുട്ബോൾ പ്രേമി വീട്. അപ്പൊ എന്നോട് മാഷ് പറയുന്നു, ഫുട്ബോളൊക്കെ എഴുതാറില്ലേ? ഞാൻ കേട്ടിരുന്നല്ലോ. ഫുട്ബോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഏമേനും വിചാരിച്ച നടക്കും അത്. അപ്പൊ ഞാൻ വിചാരിച്ചു മാഷിന്റെ ഒരു ആഗ്രഹം നമ്മൾ ഇനി എന്ത് നടത്തി കൊടുക്കാനാ, ആ മാഷ് കളിയാക്കാന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, എനിക്കൊരാളെ കാണണം, ഏമേനും വിചാരിച്ചാൽ നടക്കും. അതാരും മാഷ് ഒളിമ്പ്യൻ റഹ്മാൻ. അപ്പൊ ഞാൻ ഒളിമ്പ്യൻ റഹ്മാനും ദേവരാം മാഷും തമ്മിൽ യാതൊരു ബന്ധവും ഞാൻ കാണുന്നില്ല. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് കളിച്ച ഒരാള്, ഒരു നാടൻ മട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പാട്ടുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് 50s
സന്തോഷ് ട്രോഫി കൊച്ചിയിൽ നടക്കുമ്പോൾ ദേവരാം മാഷും ONV സാറും കളി കാണാൻ പോകും. മാഷ് ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണ്, ക്രിക്കറ്റും ഒക്കെ വലിയ ഇഷ്ടം. അപ്പൊ അന്ന് ബംഗാൾ ടീമിലെ ഈ ആകാശുമാണ് ഈ ഒളിമ്പ്യൻ റഹ്മാൻ. അപ്പൊ അന്ന് അടിപൊളി കളിക്കാൻ, മലയാളിയാണ് അതിലെ ടീമിലെ, ബംഗാൾ ടീമിലെ മലയാളിയാണ്. അപ്പൊ അസാധ്യ കളിയാണ്. ആ കളി കണ്ടിട്ട് ആരാധന മൂത്തിരിക്കുകയാണ്. അന്നൊരു പെനാൾട്ടി ഒക്കെ അടിച്ച കഥയൊക്കെ മാഷ് പറയുന്നു. അപ്പൊ മാഷിന്റെ വലിയൊരു ആഗ്രഹം, ചിരകാലമായിട്ടുള്ള ആഗ്രഹമാണ്, 50 കൊല്ലം 45 കൊല്ലം കഴിഞ്ഞിട്ട് അത് സ്വപ്നം ഇപ്പോഴും മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു മാഷ്, ഞാൻ റഹ്മാൻ ഖാൻ ഇന്നലെ കൂടി ഞാൻ കണ്ടതല്ലേ, ഞാൻ വലിയ എടുപ്പാണ്, ഞാൻ പറയാം. അയ്യോ, നമുക്ക് അങ്ങോട്ട് പോയി കാണണം, അദ്ദേഹത്തെ ഇങ്ങോട്ട് വരുത്തരുത്. ഹോസ്പിറ്റലിലാണ് മാഷെ ആ സമയത്ത്, ഹോസ്പിറ്റലിൽ ബേബി മെമ്മോറിയൽ കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് റഹ്മാൻ ഖാനെ കണ്ടു യാദൃശ്ചികമായിട്ട്. അപ്പൊ റഹ്മാൻ ഖാൻ ഒരു ചെറിയ മോപ്പഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പുള്ളി ഇങ്ങനെ കോച്ചിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ എന്നെ കണ്ടപ്പോ നിർത്തി. ഭയങ്കര രസമാണ്, പുള്ളി ഭയങ്കര ഹ്യൂമറൊക്കെ പറയുന്ന ഒരാളാണ്, രോഷാകുലനാണ്, എന്തിനും എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ പുള്ളി. ദേവരാജ മാഷ വേറൊരു പതിപ്പാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ദേവരാജൻ മാഷ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ കാണണം എന്ന് പറയുന്നത്, നിങ്ങളുടെ വലിയ ആരാധന. അപ്പൊ അതാരാ, പാട്ടൊക്കെ ചെയ്യുന്ന ആള്. പാട്ടൊന്നും ഞാൻ കേൾക്കില്ല, എന്ത് പാട്ടാ പുള്ളിയുടെ. അപ്പൊ ഞാൻ ഈ ബലി കുടീരങ്ങളെ, കാരണം സിനിമാ പാട്ടൊന്നും റഹ്മാനിക്ക് അറിയാറ്, ബലി കുടീരങ്ങള്, ഈ പൊന്നരിവാൾ അമ്പിളിയിൽ, പിന്നെ ഇതൊക്കെ ചെയ്ത അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ്, നാടകഗാനങ്ങൾ ആ കാലത്ത്. അത് എന്നാ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു അല്ല റഹ്മാൻക്ക്, അത് പുള്ളി നിങ്ങളെ വന്ന് കാണും. അത് പറ്റില്ല, നമുക്ക് പോകണമെന്ന്. അങ്ങനെ ഞാൻ റഹ്മാൻഖാനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാ. അപ്പൊ ഹോസ്പിറ്റലിൽ മുറിയിൽ മാഷ് ഇങ്ങനെ കിടക്കില്ല. അപ്പൊ റഹ്മാൻഖാൻ അകത്ത് നിന്ന് ഞാൻ ചെന്നു. അപ്പൊ മാഷ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഒളിമ്പ്യൻ റഹ്മാൻ. അപ്പൊ ഞാൻ ശരിക്കും ഇവരുടെ തമ്മിലുള്ള ഈ പ്രഥമ സമാഗമം നോക്കുക. മാഷ മുഖത്തൊരു ആരാധകൻ ഇങ്ങനെ വന്നിങ്ങനെ നിറയാണ്. അങ്ങനെ ഒരിക്കലും മാഷ കാണാറില്ല. പൊതുവെ ഒരു പുള്ളി ഒരു സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ നോക്കണല്ലേ. മാഷങ്ങ് എഴുന്നേറ്റ് അപ്പോഴേക്ക് റഹ്മാൻഖാൻ ഒന്ന് കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അല്ല 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 എന്ന്. പിന്നെ ഇവര് തമ്മിലുള്ള സംസാരമാണ്. അന്നത്തെ കാലത്തെ ഫുട്ബോളിനെ പറ്റിയിട്ട് പറയുന്നു റഹ്മാൻഖാൻ. അപ്പോ മാഷ അന്നത്തെ പാട്ടിനെ പറ്റി പറയുന്നു. അപ്പൊ ആ കാലമൊക്കെ പോയി. അപ്പൊ പറഞ്ഞിട്ട് റഹ്മാൻഖാൻ പറയുന്നുണ്ട് അന്നൊക്കെ ഖോഡ ആയിരുന്നു, ഇന്നിപ്പോ ഗദ്ദ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രമേഷ് പറയും ആ സംഗീതത്തിലൊക്കെ അങ്ങനെ തന്നെയാ ഇപ്പോ എന്നൊക്കെ പറയും മാഷ്. ഇതൊക്കെ പറഞ്ഞു ഭയങ്കര അതിന്. എന്നിട്ട് അതിന്റെ ക്ലൈമാക്സ് എന്താ വെച്ചാൽ, പിന്നെ മാഷ് ചികിത്സ കഴിഞ്ഞ് പോകുമ്പോ എന്നോട് പ്രത്യേകം പറഞ്ഞു എനിക്ക് റഹ്മാന്റെ വീട്ടിൽ പോകണം, എന്നിട്ട് അദ്ദേഹത്തെ കാണണം. ഞങ്ങൾ രണ്ടാളും കൂടി പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി. വൈഫ് ഉണ്ടായിരുന്നു, മാഷ വൈഫൊക്കെ പോയി. അങ്ങനെ ഭയങ്കര ഒരു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില ഇങ്ങനത്തെ മുഹൂർത്തങ്ങൾ കിട്ടും. അതുപോലെയാണ് എനിക്ക് IM വിജയന്റെ ഒരു അനുഭവം ഉണ്ടായത്. അതായത് അദ്ദേഹം ഒരു ഒരു അക്കാഡമി, കളി നിർത്തിയ ശേഷം ഒരു അക്കാഡമിക്ക് തുടക്കമിടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു 2000-ലാണത്. അപ്പൊ ഞാൻ സന്തോഷ് ട്രോഫി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടിയിട്ട് സന്തോഷ് ട്രോഫി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ചെന്നിരിക്കുക. അപ്പൊ വിജയൻ അന്ന് കത്തി നിൽക്കുന്ന താരാണ്. അപ്പൊ വിജയൻ അന്ന് ഒരു ദിവസം വന്നപ്പോ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു അക്കാഡമി തുടങ്ങണമെന്നുണ്ട്. അപ്പോ പക്ഷെ ഞാനിപ്പോ അതിനൊരു നമുക്കൊരു ബെനിഫിറ്റ് മാച്ച് എന്തെങ്കിലും വെക്കാൻ പറ്റി നന്നായിരിക്കും, സിനിമാ താരങ്ങളെയൊക്കെ വെച്ച്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് സിനിമാക്കാര്. അപ്പൊ ഞാൻ ഈ സെറ്റുകളിലൊക്കെ പോവും. സെറ്റുകളിൽ പോകുമ്പോൾ ഇവര് പക്ഷെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്, അവരൊക്കെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട്. വിജയൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിജയനോട് പറഞ്ഞു നീ എന്താ, നിന്റെ വില നിനക്ക് മനസ്സിലായി, നീ നാഷണൽ പ്ലെയർ ആണ്, നീ നാഷണൽ സെലിബ്രിറ്റിയാണ്, ലോക്കൽ നടന്മാരെ നീ പോയി എന്തിനു വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. അപ്പൊ വിജയൻ പറഞ്ഞു അങ്ങനെയാണ്. വിജയൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒട്ടും ഈഗോ ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. അത് അങ്ങനെയല്ല, അവരൊക്കെ വലിയ വലിയ ആക്ടേഴ്സ് അല്ലേ, നീ ഒരിക്കലും പോകാൻ പാടില്ല, നമുക്കൊരു പണി ചെയ്യാം. അപ്പൊ എൻ്റെ അന്ന് രഞ്ജിത്തിനായിട്ട് നല്ല അടുപ്പായിരുന്നു. ഈ ദേവാസുരമൊക്കെ കഴിഞ്ഞ ശേഷം മുല്ലശ്ശേരി രാജേഷിന്റെ വീട്ടിൽ ഞങ്ങൾ ഇടയ്ക്ക് കൂടാറുണ്ട്. അപ്പൊ രഞ്ജിത്താണെന്ന് മലയാള സിനിമയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പേഴ്സൺ. കാരണം നരസിംഹം ചെയ്ത് ഹിറ്റായി നിൽക്കുന്നു, വല്യേട്ടൻ വരാൻ പോകുന്നു. അപ്പൊ മോഹൻലാലിനും മമ്മൂട്ടിക്കും വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ ഞാൻ രഞ്ജിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വിജയ പരിചയമൊന്നുമില്ല രഞ്ജിക്ക്, ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നുണ്ട്. അപ്പൊ രഞ്ജി പറഞ്ഞു അതെന്താ നോക്കാം നമുക്ക്, വിജയന് വേണ്ടിയില്ലെന്ന്. ആ ഒറ്റ വാക്കിലാണ് ആ മാച്ച് നടന്നത്. ഉടനെ മമ്മൂട്ടിയെ വിളിച്ചു. മോഹൻലാലിനെ ആദ്യം വിളിച്ചു. മോഹൻലാൽ റെഡി പറഞ്ഞു. മോഹൻലാൽ റെഡി ആയപ്പോ മമ്മൂട്ടി റെഡി. ഇവർ രണ്ടുപേരും റെഡി ആയപ്പോ എല്ലാ ആക്ടേഴ്സും വന്നു. എനിക്ക് തോന്നുന്നു ഈ അങ്ങനെ ഒരു സംഭവം അതിനു മുമ്പ് നടന്നിട്ടില്ല, ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പോകുന്നില്ല.
കാരണം മോഹൻലാല്, മമ്മൂട്ടി, മുകേഷ്, ശ്രീനിവാസൻ, സിദ്ദിഖ്, ബിജു മേനോൻ തുടങ്ങി മലയാള സിനിമയിലെ ഒരുമാതിരി എനിക്ക് സുരേഷ് ഗോപിയും ജയറാമും ഒഴിച്ച് ബാക്കി എല്ലാവരും വന്ന് കളിക്കാൻ വന്നു തൃശ്ശൂർ അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഞാനും വിജയനും കൂടി കോഴിക്കോട് അന്ന് അമ്മയുടെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അവിടെ കുറെ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെ കളിക്കാൻ വേണ്ടി നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി ഞാനും വിജയനും പോയതാ. വിജയൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ അവിടെ ആരോ പറഞ്ഞു യേശുദാസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും വിജയൻ വന്നില്ല, നമുക്ക് ദാസേട്ടനെ പോയി ക്ഷണിക്കാം. അപ്പൊ വിജയം ജന്മത്തിന് വരില്ല. വിജയം അതൊന്നും ഞാൻ പറ്റില്ല കേട്ടാ, മൂപ്പര് പാട്ടിന്റെ ആണ്, എന്നൊക്കെ ചെന്നിട്ട് എന്നെ അറിയൂണ്ടാവില്ല പാട്ടും മൂപ്പര് ഫുട്ബോളും ഇതൊക്കെ പറഞ്ഞിട്ട് വെറുതെ എനിക്ക് പേടിയാവും, ദേഷ്യമൊക്കെ. ഞാൻ പറഞ്ഞു നീ ബാക്കിൽ നിന്നോ, പ്രശ്നമില്ല, പോയി നോക്കാം പറഞ്ഞു. ടാജിലാണ്. എന്നിട്ട് ഞങ്ങൾ ടാജിൽ പോയി. മടിച്ച് മടിച്ച് ബാക്കിലാ വരുന്നത്. സ്യൂട്ട് റൂമിലാണ് താമസിക്കുന്നത്. വൈഫും ഉണ്ട്, പ്രഭ ചേച്ചിയും. അപ്പൊ അകത്ത് ചെന്നപ്പോ അകത്ത് ദാസേട്ടുണ്ട്. ദാസേട്ടൻ അങ്ങനെ വിഷ് ചെയ്തു. ആ എന്താ രവി എന്ന് വെച്ചാൽ ബാക്കിൽ പെട്ടെന്ന് വിജയനെ അപ്പോഴാ പുള്ളി ശ്രദ്ധിച്ച്. അപ്പൊ പുള്ളി ആ വിജയനല്ലേ ഇത്, നിന്റെ കളിയൊക്കെ ഞാൻ കാണാറില്ല, നീ എന്നെ തെരഞ്ഞു വന്നോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ആ വിജയനോടുള്ള എല്ലാ സ്നേഹവും ആരാധനയും പുള്ളിയുടെ മുഖത്ത്. വിജയനാണെങ്കിൽ ഉരുകി വലിച്ചിരിക്കുകയാണ്. വിജയൻ തൊഴുത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ദാസേട്ടൻ വന്നിട്ട് വിജയന്റെ കളീനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈ ഞങ്ങൾ ആഗമന ഉദ്ദേശം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ മാച്ച് നടത്താണ്. അപ്പൊ ദാസേട്ടൻ ഞാൻ വരാം, നിങ്ങളെ ഈ സിനിമാ നാടകങ്ങളെ മാതിരി ഒന്നുമല്ല, ഞാൻ ഫുട്ബോൾ കളിച്ചിരുന്ന ആളാ, ചോദിച്ചു നോക്ക് എന്റെ കോർണർ കിക്കൊക്കെ എങ്ങനെ ഉണ്ട്, ഫോർട്ട് കൊച്ചിയിലൊക്കെ ഞാൻ കളിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ പ്രഭചേച്ചി പറഞ്ഞു വേണ്ട, നിങ്ങൾ ഇത് വെറുതെ വയസ്സുകാലത്ത് കളിക്കാനൊന്നും വേണ്ട. അപ്പൊ ദാസേട്ടൻ പറഞ്ഞു ശരി എന്നാ വിജുവിനെ അയക്കാന്ന്, വിജയേശ്വസിനെ അയക്കാം. വിജയേശ്വസ് വന്നു കളിക്കാൻ, നന്നായി കളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ പല ഈ വിജയനും ഞാനും തമ്മിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. എസ് ജാനകിയെ കാണാൻ പോയിട്ടുണ്ട്, ദേവരാമാഷ അടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇതൊരു യുണീക്ക് കോമ്പിനേഷൻ, കളിയും മ്യൂസിക്കും തമ്മിലുള്ള ഈ കണക്ഷൻ ഒരു ലിങ്ക് ആയിട്ട് നമുക്ക് മാറാൻ പറ്റിയെന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോഴും വിജയൻ ആ കഥകൾ പറയാറുണ്ട് എപ്പോഴും. അപ്പോ അങ്ങനെ ഒരു ലൈഫിൽ കൂടെ വന്ന് FM റേഡിയോയിൽ വന്നു. യേശുദാസിനെ ഞാൻ ആദ്യം കാണുന്നത് മുല്ലശ്ശേരിയിൽ വെച്ചിട്ടാണ്. മുല്ലശ്ശേരിയിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു പിറന്നാൾ കഴിഞ്ഞിട്ട്, അതും വലിയൊരു തമാശയാണ്. അതായത് 50 വയസ്സ് തികഞ്ഞ സമയം യേശുദാസിന്, എനിക്ക് 1990. അപ്പൊ ഞാനന്ന് കൗമുദിയിൽ, അന്ന് യേശുദാസിന്റെ ഈ പിറന്നാളിനനുസരിച്ചിട്ട് എഴുതുന്ന ഒരു ശീലമൊന്നും അന്നില്ല ആർക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ 40 ജനിച്ച ആളാണ്, 90 ആയി. അപ്പൊ 50 വയസ്സായി യേശുദാസിനെ നമുക്ക് അന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. കത്തി നിൽക്കുന്ന സമയമാണ് പുള്ളി. അപ്പൊ ഞാനൊരു ആർട്ടിക്കിൾ എഴുതി ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു, ഭാസ്കരേന്ദ്രൻ. അപ്പൊ അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തു, 50 വയസ്സായി. അപ്പൊ ആ ലേഖനം വന്ന സമയത്താണ് ഒരു പിറന്നാൾ കഴിഞ്ഞിട്ട് ദാസേട്ടൻ വരുന്നത് പുല്ലശ്ശേരിയിലേക്ക്. അപ്പൊ ഞാനും കാണാൻ പോയി, ആദ്യമായിട്ട് ദാസേട്ടനെ കാണുകയല്ലേ. അന്നൊക്കെ യേശുദാസിനെ കാണാൻ തന്നെ കിട്ടില്ല, വളരെ അപൂർവമായിട്ടേ കാണാൻ കിട്ടുള്ളൂ. ആൾക്കാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കും, പുള്ളി വരില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അന്നെന്തോ ഭാഗ്യത്തിന് അദ്ദേഹം വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഹിസൈൻ അസബ്ദുള്ളയിലെ പാട്ടുകളോ അതോ അങ്ങനെ ഏതോ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വന്ന സമയം. അപ്പൊ വന്നപ്പോ അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബാബു ഉണ്ട്, തെരങ്കുനിയുടെ ബാബു പരിചയപ്പെടുത്തി, ഇദ്ദേഹമാണ് കേരളമോദിയിൽ ദാസേട്ടനെ പറ്റി എഴുതിയത്. എനിക്ക് 50 വയസ്സായി എന്നോട് ആരാ പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ സാർ ദാസേട്ട, അത് ഞാൻ അങ്ങനെ വിചാരിച്ചു, 40 ജനിച്ചു പറഞ്ഞു. അപ്പൊ പുള്ളി വെറുതെ തമാശ പറഞ്ഞു. പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഏതായാലും കുറെ ആൾക്കാരെ പറ്റിയൊക്കെ അതിൽ വന്നിട്ടുണ്ടല്ലോ, പഴയ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പറ്റിയൊക്കെ വന്നിട്ടുണ്ട്, എന്നെ പറ്റി വന്നു എന്നുള്ളതല്ല, അവരെ പറ്റി എഴുതിയല്ലോ. അന്നൊക്കെ അങ്ങനത്തെ ലേഖനങ്ങളൊക്കെ അപൂർവമാണ്. നമ്മുടെ മാതിരി സോഷ്യൽ മീഡിയ ഒന്നുമില്ല, മുട്ടിന് ആൾക്കാരെ പറ്റി എഴുതുന്നില്ല. യേശുദാസിനെ പറ്റിയൊക്കെ ലേഖനം എന്നൊക്കെ പറഞ്ഞ കൊല്ലത്തിലെ 1-2 പ്രാവശ്യം വീട്ടിലുള്ളൂ. അപ്പൊ അത് കാത്തിരുന്ന് വായിക്കുന്ന ഒരു സമയം. പിന്നെ അത് മാത്രമല്ല, കൗമുദിയുടെ ഞായറാഴ്ച പതിപ്പ് അന്ന് വളരെ പോപ്പുലറാണ്, ഭയങ്കര ഏറ്റവും നന്നായിട്ട് ഇറങ്ങിയിരുന്ന ഒരു വാരാന്ത പതിപ്പ് അത്. അപ്പൊ അത് ആണ് ദാസേട്ടനായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച. പിന്നീട് ദാസേട്ടൻ വരുമ്പോ, ഞാൻ കൊച്ചിയിൽ വന്ന ശേഷം ദാസേട്ടൻ വരുമ്പോ വിളിക്കും. ദാസേട്ടൻ എന്തെങ്കിലും സംശയം, ഏറ്റവും രസകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു രാത്രി, ഒരു അർദ്ധരാത്രി, എനിക്കൊന്ന് 1 മണി 1:30 മണിക്ക് ഒരു ഫോൺ കോള്. അന്ന് മൊബൈൽ ഫോൺ വന്ന ഒരു സമയമാണ്. എനിക്ക് നമ്പറൊന്നും പിടി കിട്ടുന്നില്ല, എന്തോ ഒരു വിചിത്രമായൊരു നമ്പർ. എടുത്തു നോക്കുമ്പോ പ്രഭാ യേശുദാസ്. അപ്പൊ പ്രഭാ ചേച്ചി പറഞ്ഞു രവി സോറി കേട്ടോ, ഉറങ്ങിയിരുന്നില്ല, അവിടെ രാത്രി 2 മണിയല്ലേ. എനിക്ക് ഇവിടെ ഞാനിപ്പോ US ഞങ്ങള് ന്യൂയോർക്കിലാണ്. അപ്പോൾ ദാസേട്ടന് ഇവിടെ ഒരു പ്രോഗ്രാമിൽ നിൽക്കുകയാണ്, ഒരു പ്രൈവറ്റ് പ്രോഗ്രാമാണ്.
അപ്പോ കടലിനക്കരെ പോണവര് ദാസേട്ടന് ഫോൺ കൊടുത്തു. എടാ നീ കടലിനക്കരെ പോണവരെ പാട്ട് പാടാൻ പറയുന്നവര്, അതിന്റെ ആ രണ്ടാമത്തെ സ്റ്റാൻസ എനിക്ക് ഓർമ്മ ഉണ്ട് ലൈൻസ്. എന്റെ കയ്യിലാണ് കടലാസില്ല. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ഒന്നാമത് സ്വപ്നാണോ നമുക്കറിയില്ല. യേശുദാസൊക്കെ അന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നത്തിന്റെ ഭാഗമാണല്ലോ. മാത്രമല്ല ഇത് പെട്ടെന്ന് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് നമുക്ക് ലൈൻസ്, ഞാൻ പറഞ്ഞു ദാസേട്ട 1 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 1 മിനിറ്റ് കഴിഞ്ഞ് പുള്ളി വീണ്ടും വിളിച്ചു. അപ്പൊ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ആ ലൈൻസ് ഓർമ്മ വന്ന് ഞാനത് പുള്ളി പറയുകയും ചെയ്തു. പിന്നീട് രാവിലെ പിന്നെ നമ്മുടെ നാട്ടില് രാവിലെ ആയപ്പോ അവര് വിളിച്ചു, വീണ്ടും സോറി പറഞ്ഞു. രാത്രി 11:00 വിളിച്ചെടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ സോറി എന്തിനാ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഒരു മഹാഭാഗ്യമില്ലേ, ഇതൊരിക്കലും ആവർത്തിക്കപ്പെടാനല്ലേ യേശുദാസ് രാത്രി 11:00 വിളിച്ചിട്ട് പാട്ടിന്റെ വരി വഹിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ പുള്ളിയുടെ ഇതായിട്ടുണ്ടായിട്ടുണ്ട്. പുള്ളിയായിട്ട് സംസാരിക്കുമ്പോഴും പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിയെ പറ്റി ഒരു പുസ്തകം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അതിശയരാഗം എന്നുള്ള പേരിൽ ദാസേട്ടനെ പറ്റി എഴുതിയ ലേഖനങ്ങളുടെ ഒരു കളക്ഷൻ അത് ദാസേട്ടൻ തന്നെ റിലീസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായി. എനിക്ക് പല ദാസേട്ടൻ മാത്രമല്ല, ഇപ്പൊ ജയചന്ദ്രനാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നത്. ദാസേട്ടനോട് നമുക്ക് എപ്പോഴും ഒരു ആദരവ് കലർന്ന അകൽച്ചയാണ്. ജയേട്ടനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ജയേട്ടനൊരു ഒരു ലീൻ ഫേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ സിനിമയിലൊന്നും അധികം പാട്ടില്ലാത്തൊരു കാലം. പക്ഷെ ഞാൻ ആ സമയത്ത് വെള്ളി നക്ഷത്രത്തിൽ ഒരു കോളം ചെയ്തിരുന്നു, ഗാനം എന്നുള്ള പേരിൽ കാസറ്റ് റിവ്യൂ. കാസറ്റ് റിവ്യൂ പറഞ്ഞാൽ വിമർശനമൊന്നുമല്ല, ഒരു ആസ്വാദനമാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ. അപ്പൊ ആ സമയത്ത് ജയേട്ടനെ ബൂസ്റ്റ് ചെയ്യുന്നു. കാരണം നമുക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടുകാരൻ, പക്ഷെ പാട്ടൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് ഒരു സിനിമയിലെ ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് സാധ്യമായിട്ട് പാടിയിരുന്നതാണ്. നല്ല ഒരു താരാട്ടിന്റെ ഫീലുള്ള ഒരു പാട്ട്. അപ്പൊ അത് ഞാൻ എഴുതിയപ്പോ അതിന് റിവ്യൂ ചെയ്തപ്പോ അതില് കൂടെ ഒരു ജസ്റ്റ് ഒരു പാസിംഗ് റെഫറൻസ് ഉണ്ടായിരുന്നു. അതായത് എത്ര മനോഹരമായ പാട്ടായാലും ഇത് സിനിമയിൽ വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം എത്രയോ പാട്ടുകൾ അദ്ദേഹത്തിന്റെ ഇപ്പൊ സിനിമയിൽ വരുന്നില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. ആ സിനിമയിൽ നിന്ന് ആ പാട്ട് ഒഴിവാക്കി. ആ സമയത്താണ് ഞാൻ മദ്രാസിൽ ജയേട്ടനെ കാണാൻ പോകുന്നത്. ഞാൻ അന്ന് മദ്രാസിൽ വേൾഡ് കപ്പ് ഡെസ്കിൽ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ വേൾഡ് കപ്പ് ഡെസ്കാണ് 1998 പോയിരിക്കുക, കോമൺ ഡെസ്കാണ്. അപ്പൊ അതിന് വർക്ക് ചെയ്യുന്ന രാത്രിയാണ്, അപ്പൊ പകല് ഫ്രീ ആണ്. അപ്പൊ ആ സമയത്ത് ജയേട്ടനെ കാണാൻ ചെല്ലുന്നു. അപ്പൊ ജയേട്ടൻ ഞാനാണ് ഇത് എഴുതിയെന്ന് പറഞ്ഞപ്പോ ജയേട്ടൻ പറഞ്ഞു 1 മിനിറ്റ് നിൽക്ക്, ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നു. പുള്ളി വീക്കിലി എടുത്തിട്ടുണ്ട് കയ്യില്. അപ്പോ എന്നോട് പറഞ്ഞു കാറിൽ, പുള്ളിയുടെ സെൻ കാറാ, ആ കാറിൽ പുള്ളി പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോവാം. അപ്പം വിദ്യാസാഗറിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്, വർഷവല്ലഗി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് ചെന്നു. അപ്പോ ജയേട്ടൻ വന്നു, എന്നെയും കൂട്ടി. ജയേട്ടൻ വന്നപ്പോഴേക്കും അവർക്ക് ആകെ ടെൻഷനായി. പുള്ളി ഭയങ്കര ഒരു ഇതാണല്ലോ, തിടുക്കാണല്ലോ. വന്നു ചെന്ന് വിദ്യാസാഗറോടെ കൺസോളിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അന്ന് യേശുദാസിന്റെ ഓണപ്പാട്ടുകൾ വരുന്ന സമയവും എനിക്ക് തോന്നുന്നു അതിന്റെ റെക്കോർഡിംഗ് സമയം, ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ആരോ കമിഴ്ത്തി വെച്ചൊരുട്ടുരുളി, ആ പാട്ടുകളൊക്കെ ഉള്ള കാസറ്റ്. ചെന്ന ഉടനെ ഇത് കാണിച്ചു കൊടുത്തു. അപ്പൊ പുള്ളിക്ക് മലയാളം ഒന്നും അറിയില്ല. വിദ്യാസാഗറിന് ഇതറിയോ, ഇത് രവി മേനോൻ പാട്ടിനെ കുറിച്ച് വരുന്ന ആളാണ്. അയാൾ പറഞ്ഞു ആ പാട്ട് സിനിമയിൽ വരില്ല എന്ന്. അതേപോലെ സംഭവിച്ചു. അത്രയും നല്ല പാട്ടായിട്ട് നിങ്ങൾ എങ്ങനെ സാർ? അപ്പൊ വിദ്യാസാഗർ ഇത് അറിഞ്ഞിട്ടില്ല, പാവം. അദ്ദേഹം പാട്ട് ചെയ്ത് കൊടുത്തു. ഇതിന്റെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആരോ കാസറ്റുകാരോ ആരോ അത് ഒഴിവാക്കിയതാണ്. എന്തോ കാരണം, വേറെ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് വിദ്യാസാഗർ പറഞ്ഞു ഇല്ല, എനിക്കറിയില്ല, ഞാൻ എന്തായാലും എനിക്ക് നിങ്ങളുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറഞ്ഞു ജയചന്ദ്രന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അടുത്ത് തന്നെ വേറെ പാട്ട് കൊടുക്കുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രായം തമ്മിലൊക്കെ കൊടുത്തു പുള്ളി. അപ്പൊ അവിടെ ഇരുന്നിട്ട് അതെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പിന്നെ ഇറങ്ങിയ ഉടനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ജയേട്ടൻ അവിടെ ഇരുന്നു ആ കൺസോളില് ഇദ്ദേഹത്തിന്റെ ഇതൊക്കെ കണ്ടിട്ട്. ഞാനും ഇരുന്നു അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ ജയേട്ടൻ നല്ല കൂർക്കം വലിച്ചു ഉറങ്ങുന്നു. എനിക്കാണെങ്കിൽ പിടിക്കാനും പറ്റില്ല. ജയേട്ടനായിട്ട് അത്ര അടുപ്പമില്ലല്ലോ നമുക്ക്. വലിയൊരു നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ശബ്ദമല്ലേ, വളരെ LP സ്കൂളിലൊക്കെ പഠിക്കുമ്പോ. കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി ഞെട്ടി ഉണർന്നു. എന്നിട്ട് നോക്കുമ്പോ എവിടെയാന്നൊക്കെ പിടിയിട്ട് എന്നാ പോവാ, ഒറ്റ പോക്കും പോയി. അപ്പൊ ഞങ്ങള് പിന്നെ പുള്ളിയുടെ കാറിലെ യാത്രകൾ 1 മാസത്തേക്കുള്ള യാത്രകളാണ്. അതായത് രാവിലെ പുള്ളി വരും ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്, ഈ കാറിൽ എന്നെ പിടിച്ചിടും. പിന്നെ ഞങ്ങള് വുഡ്ലാൻഡ്സ് ഡ്രൈവിൻ റെസ്റ്റോറൻറ്റ് പോയിട്ട് പുള്ളി എന്നെ എനിക്കൊരു ഇത് വാങ്ങിത്തരും, ഒരു തൈർ ചാതോ അല്ലെങ്കിൽ തൈര് വട വാങ്ങിത്തരും. എന്നിട്ട്
ഞങ്ങൾ പിന്നെ MS വിശ്വനാഥൻ, പുകഴേന്തി, പി സുശീല, ഇങ്ങനെയുള്ള ആളുകൾ, വളരെ പ്രശസ്തരായിട്ടുള്ള സിനിമാ ലോകത്തെ അന്നത്തെ സംഗീത സംവിധായകരെ, അന്നത്തെ പാട്ടുകാര്, PB ശ്രീനിവാസ്, ഇതൊക്കെ പുള്ളിയെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരുമിച്ച് പോവും, പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. പിന്നെ പുള്ളി തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള പഴയ സ്റ്റുഡിയോകളിൽ എവിടെയൊക്കെ ആയിരുന്നു നിന്നിരുന്നത്, അതൊക്കെ പോയി മാറി ആ സ്റ്റുഡിയോയുടെ സ്ഥാനത്ത് വലിയ വലിയ ഇതൊക്കെ വന്നു, ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ ആ സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും പുള്ളി നൊസ്റ്റാൾജിക് ആയിട്ട്. രേവതി സ്റ്റുഡിയോ നിന്ന കാലത്ത് ഞാൻ ആദ്യമായിട്ട് പാടാൻ വന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ താമസിച്ച ഹോട്ടലുകൾ വളരെ ആദ്യകാലത്ത് ഭയങ്കര സാമീസ് ലോഡ്ജ്, സാമ ലോഡ്ജ് എന്നൊക്കെ പറഞ്ഞ ഹോട്ടലുകളുണ്ട്. സത്യനൊക്കെ അവിടെ താമസിച്ചിരുന്നു. അതൊന്നും ആ ഹോട്ടലുകൾ പലതും ഇല്ല ഇപ്പോ, പക്ഷെ അവിടെ പോവും. അപ്പൊ അതെന്റെ, എനിക്ക് പറഞ്ഞാൽ ശരിക്കും പാട്ടിനെ കുറിച്ച് എഴുതണം അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ സഞ്ചരിക്കണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ അതാണ്. എത്രയോ അതുമാതിരി PB ശ്രീനിവാസിന്റെ കൂടെ ഞങ്ങള് കാറിൽ അദ്ദേഹത്തെയും കൂട്ടി യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് വേണുഗോപാൽ അവിടെ ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വേണുവും കൂടും ഞങ്ങളുടെ. അങ്ങനെ അന്ന് ജയേട്ടന് വലിയ തിരക്കില്ല, തമിഴിലാണ് പാടുന്നത്. അപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട്, പാട്ടിനെ കുറിച്ച് സംസാരിക്കും. പിന്നെ ഇന്നത്തെ മാതിരി മുൻചുണ്ടി, പിന്നെ കേരളത്തിലൊക്കെ വന്ന ശേഷം പുള്ളിയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നു, എന്തിലും തുറന്നടിക്കുക അങ്ങനെയൊന്നുമില്ല. പുള്ളി വളരെ സോബറായിട്ട്, വളരെ എന്താ പറയാ, ക്ഷമയോട് കൂടിയിട്ട്, അങ്ങനെ ആരോടും തട്ടിക്കയറൊന്നുമില്ല, ആരാധകരെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ അതും ഈ പറഞ്ഞ പാട്ടിനെ കുറിച്ച് എഴുതാൻ നല്ലൊരു ഇൻസ്പിറേഷൻ ആണ്. കുറെ ആളുകളെ പരിചയപ്പെടുത്തി എന്നുള്ള. ഇതേമാതിരി തന്നെ ആദ്യം ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലുള്ള സമയത്താണ് ഇന്റർവ്യൂവിന് പോയത്. പക്ഷെ അത് എനിക്കൊന്ന് ഒരു സാധാരണ ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു ചിത്രയും വിജയശങ്കറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ അവരുടെ കാസറ്റ്സ് അവർ ഇറക്കുന്ന സമയത്ത് പഴയ പാട്ടുകൾ ചിത്ര പാടി ഇറക്കിയിരുന്നു, ഇപ്പോൾ ജാനകിയുടെയൊക്കെ പാട്ടുകൾ. അപ്പൊ അതിന്റെ റിസർച്ച് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിക്കും ജയശങ്കർ. ഇന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുക, പിന്നെ അതിന്റെ ആരൊക്കെയാണ് അതിന്റെ ക്രിയേറ്റേഴ്സ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് ആ കാസറ്റ്സിലൊക്കെ എൻ്റെ പേര് അവർ റിസർച്ച് നിന്ന് കൊടുക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ആ ബന്ധം ഇങ്ങനെ ഇതായി. പിന്നെ ചിത്രയായിട്ടുള്ള അടുപ്പം തന്നെ, ചിത്ര ഒരു എന്താ പറയാ, ചില എല്ലാതും അത്ഭുതങ്ങളാണ് ചിത്ര. ഞാൻ എഴുതുന്നത് വായിച്ച് എൻ്റെ എഴുത്തിൽ കൂടിയാണ് അവരൊക്കെ എന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ചിത്രയായാലും സുജാതയായാലും വേണുവിനെ പറ്റി ആദ്യമായിട്ട് വന്നിട്ടുള്ള ലേഖനങ്ങളിലൊന്നും ഞാൻ എഴുതിയാണ് ഫിലിം മാഗസിനിൽ ആദ്യമായിട്ട് വന്ന, അതായത് മറ്റേ 1 മുതൽ 0 വരെ കഴിഞ്ഞ് വന്ന, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ഫോട്ടോ ഒക്കെ. ഫിലിം മാഗസിന്റെ സമയമാണത്. വന്നു, അതിന്റെ 1000 ഡ്യൂപ്പുകൾക്കിടയിൽ ഒരു ഒറിജിനൽ, എന്നിട്ട് തലക്കെട്ട് പോലും ഓർമ്മയുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് വേണുവിന് അതൊരു വലിയൊരു, അമാതിരി വെള്ളി നക്ഷത്രത്തിൽ വേണുവിന്റെ ആദ്യത്തെ കാസറ്റുകൾ, മഴവിൽക്കാവടി പറഞ്ഞ, ഇങ്ങനെ എല്ലാ അന്നത്തെ ഇറങ്ങിയ എല്ലാ കാസറ്റുകളും വേണു എത്തിച്ചു തരും. ഞാൻ റിവ്യൂ ചെയ്ത് കൊടുക്കും. MG ശ്രീകുമാറിന്റെ പാട്ടുകൾ ആ സമയത്ത് അദ്ദേഹം തരുന്നു, കിലുക്കം ഉള്ള പാട്ടൊക്കെ വന്ന സമയത്ത്. അപ്പോൾ എഴുത്തിൽ കൂടെയാണ് ഇവരെ അധികം പരിചയം. ഇതെല്ലതും വായിച്ചിട്ടുള്ള ആളാണ് ചിത്ര. എനിക്കൊന്ന് ആദ്യമായിട്ട് എന്ത് എഴുതിയിട്ടുണ്ടെങ്കിലും ഫേസ്ബുക്കിലായാലും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അഭിപ്രായം പറയും വായിച്ചിട്ട്. വളരെ ടച്ചിങ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് പറയും. സുജാതി അതുപോലെ തന്നെ. പിന്നെ ജാനകി അമ്മയാണെങ്കിൽ ജാനകി അമ്മ ഈ പറഞ്ഞ മാതിരി എനിക്ക് വളരെ റെയർ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ജാനകി അമ്മ. അപ്പോൾ അതായത് അവര് ഒരു കാസറ്റ് തന്നു എനിക്ക്. അപ്പൊ അതിൽ ഞാൻ കേൾക്കുമ്പോൾ ലതാ മങ്കേഷ്കറുടെ പാട്ടുകളാണ് ഒക്കെ ഇവരാ പാടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ കഥ എന്താന്ന് വെച്ചാൽ 1960s വീട്ടിലൊരു ഗ്രാംഫോൺ ആദ്യമായിട്ട് വാങ്ങിയപ്പോ ഈ ഹിന്ദി പാട്ടുകളുടെ ഒക്കെ വലിയ ഫാനാണ് ജാനകിയമ്മ. അപ്പൊ അവരെന്തെന്ന് വെച്ചാല് ഈ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു, കിടത്തി വെക്കാവുന്ന ഒരു ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ ഗ്രാംഫോൺ പ്ലേ ചെയ്യും. ഗ്രാംഫോൺ പ്ലേ ചെയ്തിട്ട് ഇതിന്റെ ഓർക്കസ്ട്ര പോർഷൻ വരുന്നത് ഹൈ പിച്ചിൽ വെച്ചിട്ട് വോക്കൽ പോർഷൻ താഴ്ത്തും, എന്നിട്ട് ഇവർ പാടും അല്ലാ തേരു നാം എന്ന് പാടി. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇന്റർവ്യൂട് വരുമ്പോ അത് കൂട്ടും. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യും. പണ്ട് ഈ ഇത് ടേപ്പ് റെക്കോർഡറൊക്കെ വന്ന സമയത്ത് ഇന്നത്തെ മാതിരി ഇതൊന്നും ഇല്ലല്ലോ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇൻസ്ട്രുമെന്റ് ഒന്നും കിട്ടുന്ന സംഭവമല്ല. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുള്ള 10-26 പാട്ടുകൾ. അപ്പോ ഇങ്ങനത്തെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ എന്നോട് ഇത് തന്ന ശേഷം ജാനകി പറയാണ്, രവി ഇതാരും കേൾപ്പിക്കരുത്, നന്നായിട്ടൊന്നുമില്ല, ഞാൻ രവിക്ക് തന്ന, പക്ഷെ അസാധ്യമായിട്ട് പാടിയിരുന്നത്. ഞാൻ ഒരു പാട്ട് വെറുതെ ഫേസ്ബുക്കിൽ ഇട്ടപ്പോ തന്നെ ആളുകൾക്ക് അത്ഭുതം, ജാനകിയാണ് പാടുന്നത്. കാരണം അന്നത്തെ ശബ്ദമാണത്, വെളിയിൽ വന്നിട്ടില്ല. അത് എന്റെ അടുത്തുണ്ട് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു 66-ലോ ഡേറ്റ് വരെ എഴുതിയിട്ടുണ്ട് കാസറ്റിൽ, 67-ലോ 66-ലോ മറ്റോ റെക്കോർഡ് ചെയ്തു.
അത് അന്ന് ആ സമയത്ത് അവർക്ക് ഭയങ്കര ശ്വാസം മുട്ടലുള്ള സമയമാണ്, ഭയങ്കര വീസിങ്ങുള്ള സമയമാണ്. അവർ പറയും ആ കാലത്ത് കോർട്ടിസോൺ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത ശേഷം ആണ് ഈ പറഞ്ഞ പല ക്ലാസിക് പാട്ടുകൾ സൂര്യകാന്തി, തളിരിട്ട് കിനാക്കളൊക്കെ പാടിയിട്ടുള്ളതെന്ന്. പക്ഷെ അതൊന്നും അറിയില്ലല്ലോ നമുക്ക് അന്ന് അവർ ചെയ്തിട്ടുള്ള ത്യാഗങ്ങളൊക്കെ. ഭയങ്കര എന്താ വെച്ചാ എനിക്കൊന്ന് ഈ സിനിമാ സംഗീതത്തിൽ കണ്ടിട്ടുള്ള വളരെ നന്മ നിറഞ്ഞ വ്യക്തിത്വങ്ങളുള്ള ഒരാളാണ് അവർ, ജാനകി അമ്മ. പക്ഷെ ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറയുന്നത് ഞാൻ എത്ര ആരാധിക്കുന്നത് ദേവരാജ മാഷാണ്. കാരണം മാഷ് ഒരു പ്രത്യേക ക്യാരക്ടറാണ് മാഷ്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളത് ഞാൻ കേരളകൗമുദിക്ക് വേണ്ടിയിട്ട് ഒരു കാസറ്റ്, അതായത് മാഷ് എന്നോട് എപ്പോഴും പറയായിരുന്നു ഇങ്ങനെ ഗുരുവിന്റെ കുറച്ച് കൃതികളൊക്കെ ഞാൻ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ആരും ഇറക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മാഷ് ചെയ്തിട്ട് ആര് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അതൊന്നും വിറ്റ് പോവില്ല എന്നാ പറയുന്നത് പറഞ്ഞു. അപ്പൊ മണിസാർ ഇങ്ങനെ ഒരു ദിവസം പ്രസാദൊക്കെ കൂടി ഇരുന്നിട്ട് കേരളകൗമുദി ഓഡിയോ ബിസിനസ്സിലേക്ക് അടുക്കുകയാണ്, കാസറ്റ് ഇറക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ദേവരാജ മാഷ് ഇങ്ങനെ ഒരു, അപ്പൊ മണിസാർ അത് മതി നമുക്ക്, ദേവരാജൻ മാസ്റ്റർ ആണെങ്കിൽ നമുക്ക് തുടങ്ങേണ്ടത് അത് വെച്ചിട്ടാണ്, രഘുമേനോൻ സംസാരിക്കുവാണ്. അപ്പൊ ഞാൻ മാഷെ വിളിച്ചു. മാഷ് പറഞ്ഞു മാഷ്ക്ക് സന്തോഷമാണ്, പക്ഷെ മാഷ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഇതേ കൗമുദി വിളിച്ചുകൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്, രഘുമേനോൻ പറഞ്ഞു, പിന്നെ വാസുദേവനും NRS ബാബു അവിടെ ഉണ്ട്, നിങ്ങൾ 3 പേരേ ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അത് അവരോട് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞൊന്നുമില്ല, പക്ഷെ മാഷ് ചെയ്തു. അത് അസാധ്യമായിട്ടില്ല, അത് മാഷ് ചെയ്തിട്ടുള്ള ഏറ്റവും അവസാനത്തെ ആൽബമാണ് ദീപം. അപ്പൊ ആ സമയത്താണ് എനിക്ക് ദേവരാജ മാഷായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയത്. ഞാൻ കൊല്ലത്ത് പുള്ളി താമസിക്കുന്ന, പുള്ളീനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ പുള്ളിക്ക് ട്രിവാൻഡ്രം ക്ലബിൽ കോട്ടേജ് ബുക്ക് ചെയ്തിരുന്നു, വരുന്നു പുള്ളിയുടെ എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ലൈവ് റെക്കോർഡിങ് തരങ്ങിണി സ്റ്റുഡിയോയിൽ അതായിരുന്നു. ആ റെക്കോർഡിങ്ങിനൊക്കെ നമ്മൾ ഉണ്ട്. ഞാൻ ചെന്നപ്പോ MG ശ്രീകുമാർ പാടുന്നുണ്ട്, സുദീപ് കുമാർ പാടുന്നുണ്ട്, ജയേട്ടൻ പാടുന്നുണ്ട്, ശിവശങ്കര സർവശരണ ജയേട്ടനെ പാടി, അപർണ പാടുന്നുണ്ട്, മഞ്ജരി പാടുന്നുണ്ട്, എല്ലാവരും പാടുന്നുണ്ട്. അപ്പൊ ഈ റെക്കോർഡിങ് തന്നെ ഫുൾ ഓർക്കസ്ട്ര, ഇന്നത്തെ ട്രാക്ക് എടുക്കലും പിടിക്കലൊന്നുമില്ല, മാഷ് ഇങ്ങനെ കൺസോളിലിരിക്കും, ഓരോരുത്തർ വന്ന് പാടും. അപ്പൊ ഈ ഓർക്കസ്ട്ര വലിയ ഓർക്കസ്ട്രയാണ്, കുറെ വയലൻസും ഇതൊക്കെ ഉണ്ട്. മാഷ് ഇങ്ങനെ കണ്ണിങ്ങനെ പൊട്ടി ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് പറയും. ആ മൂന്നാമതിരിക്കുന്ന വയലിൻ അവന്റെ ശ്രുതി ശരിയല്ല, അവന് മാറ്റിക്കളയും. കണ്ടിട്ട് പോലെ പുള്ളി ചെവികൾ, അപ്പൊ ഞാൻ ആലോചിക്കും എന്തൊരു, അത് സാധാരണ ഇന്നൊന്നും ഇങ്ങനെ ആരും ചെയ്യില്ല, ആരെങ്കിലും ഇപ്പൊ ട്രാക്ക് എടുത്ത് കൊടുക്കും അതിനനുസരിച്ച്. ഇതെല്ലാ ഇൻസ്ട്രുമെന്റ്സും പുള്ളിയുടെ അതിന്റെ ശ്രുതി താളം ഇതൊക്കെ പെർഫെക്റ്റ് പുള്ളിയുടെ ചെവികൾക്ക്, ആ കാണ പോലും വേണ്ട. അതുമാതിരി പാട്ടുകൾ രണ്ടാമത് പാടിപ്പിക്കുന്ന, റിഹേഴ്സ് എടുക്കുന്നൊക്കെ ഒരു അസാധ്യമായിട്ടുള്ള. അതുപോലെ എനിക്ക് മറ്റൊരു അനുഭവം, കൊല്ലത്തുനിന്ന് വരുമ്പോ എന്നോട് പറഞ്ഞു ഇങ്ങനെ നമുക്കൊരാളെ കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു ആരാ മാഷെ? വയലാറിനെ കാണണം നമുക്ക്. മാഷെന്ന് പറഞ്ഞു വയലാറ് മരിച്ചിട്ട് കാലം കുറയും. അല്ല, നമ്മൾ വയലാറിന്റെ ഒരു പ്രതിമ അവിടെ വരാൻ പോകുന്നുണ്ട്, അപ്പൊ എന്നോട് ഓക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുക അതിന്റെ ശില്പി വിളിച്ചിട്ട്. വയലാറിനെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെക്കാളും കൂടുതൽ അദ്ദേഹത്തിന്റെ കൂടെ ചെലവഴിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ പ്രതിമ, അതായത് ഇപ്പൊ നമ്മള് ആ മാനവീയം വീതിയുടെ അറ്റത്ത് വെച്ചിട്ടുള്ള പ്രതിമ അന്ന് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മുഖം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാഷ കൂടെ പോയി, മാഷ വൈഫ് ഉണ്ടായിരുന്നു, മാഷ് നോക്കി ഓക്കെ ചെയ്തു, കൊള്ളാന്ന് മാഷ്, കറക്റ്റാണ് മാഷ്, അത് ഓക്കെ ചെയ്തോട് കൂടിയിട്ട് പിന്നെ ശില്പിക്കും ഓക്കെ ആയി. അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായി. പിന്നെ മാഷ് അധികകാലം ജീവിച്ചിരുന്നിട്ടില്ല, ഈ കാസറ്റാണ് അവസാനമായിട്ട് പുള്ളി ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര അത്ഭുതം. കാരണം എന്നെ നവനീതിന്റെ അച്ഛൻ ഒരു ദിവസം വിളിച്ചു, കുറച്ചു കാലം മുന്നേ, ഒരു 3 കൊല്ലം മുന്നേ, കോവിഡ് കാലത്താണോ അതോ അതിന് ശേഷമായിട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ നവനീത്തിന് എൻ്റെ ഒരു മകൻ, എൻ്റെ മകൻ, എനിക്കന്ന് എത്ര പരിചയമില്ല, ദേവരാജ മാഷിന്റെ വലിയ ഫാനാണ്, അവൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെയൊക്കെ ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ അവന് പറഞ്ഞ് വായിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു നിങ്ങളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം അവന് ഓൺലൈനിൽ, അമേരിക്കയിൽ നിന്ന്. ഞാൻ പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്ക് നമ്മൾ ഇത്രയും ചെറിയ പയ്യനാണെന്ന് സങ്കല്പിക്കുന്നില്ല, അന്ന് അവന് 17 വയസ്സേ പറ്റുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഒരു പയ്യൻ അപ്പുറത്തിരുന്ന് ചോദിക്കുന്നു ഇങ്ങനെ ദേവരാജ മാഷെ പറ്റി. അപ്പൊ ഓൺലൈനിൽ, അത് യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഇന്റർവ്യൂ, ഒരു 1.5 മണിക്കൂർ ഇന്റർവ്യൂ ആണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന സംഭവമൊക്കെ പുള്ളിക്ക് ഭയങ്കര കൗതുകങ്ങളാണ്. ഹൂ ഇസ് ദേവരാജ മാസ്റ്റർ പേഴ്സൺ, എങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ളതല്ല, ആസ് എ പേഴ്സൺ അദ്ദേഹം എങ്ങനെയാണ്, എന്താണ് അദ്ദേഹത്തിന്റെ രീതി, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി
അങ്ങനെ ആ ഒരു 1.5 മണിക്കൂറുള്ള ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ദേവരാമാഷ. കാരണം അതൊരു എനിക്ക് തോന്നുന്നു ചില നമുക്കറിയില്ല, സംബന്ധിച്ച് മലയാളം പാട്ടുകൾ അധികം കേൾക്കണം എന്നൊന്നുമില്ല. അച്ഛൻ വല്ലപ്പോഴും ഒക്കെ പാട്ട് കേൾക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു മാജിക് നമ്മുടെ ചെവിയുടെ ഒരു ഇതായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിന്റെ ആയിരിക്കാം, അത് അങ്ങനെ അങ്ങ് തറച്ചു പോയി എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും അതിന്റെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അവന് ഓരോന്നും കൗതുകം. ചെറിയ കുട്ടിയുടെ ഇപ്പൊ 19 വയസ്സോ ഒറ്റേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും വന്ന് കണ്ടപ്പോഴും സംസാരിച്ചിരുന്ന സമയത്തൊക്കെ തറവായിട്ട് ഒരു വലിയ സിംഗറാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് സിംഗറാണ്. പക്ഷെ ഈ പാട്ടുകളുടെ സട്ടിലായിട്ടുള്ള ചില എലിമെന്റ്സ് അത് കണ്ടെത്തിയിട്ട് നമുക്ക് അവതരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അത് ഇന്നത്തെ കാലത്ത് അതൊരു ആവശ്യമാണ്. കാരണം വെച്ചാൽ ദേവരാജൻ എന്തായിരുന്നു, എന്താണ് അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ കോൺസെപ്റ്റ്. ഇന്നത്തെ മാതിരി ഇങ്ങനെ ഒരു ട്രാക്ക് എടുത്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു മുറിയിൽ പോയിരുന്നിട്ട് അവിടുന്ന് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ലൂപ്പ് ഇട്ടിട്ട് അതുമാതിരി ചെയ്യുക, ഇതൊന്നും അല്ലല്ലോ. അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന ഈണങ്ങൾ അദ്ദേഹം പറയാറുണ്ട്, രാത്രി പാതിര കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ട്യൂൺ ചെയ്യുക. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ട്യൂൺ ചെയ്യും. അങ്ങനെ മനസ്സിൽ ആ ട്യൂൺ ഉണ്ടാവും. പിന്നെ കിടന്നുറങ്ങാൻ പോകും. പിന്നെ രാവിലെ ഉണർന്ന ശേഷം ആ ട്യൂൺ ഒന്നുകൂടി ഓർത്ത് നോക്കും. ആ ട്യൂൺ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പുള്ളി റീറ്റെയിൻ ചെയ്യും. അതിന് പുള്ളി ലോജിക്ക് എന്താ വെച്ചാൽ, എനിക്ക് പോലും ഓർത്തെടുക്കാൻ പറ്റില്ല, പിന്നെ ആൾക്ക് ഓർത്തെടുക്കാൻ പറ്റുക. അങ്ങനെ അത് അപ്പൊ തന്നെ രാവിലെ റെക്കോർഡിങ്ങിന് വിളിക്കും. പെർഫെക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫാണ്. പക്ഷെ ആ പാട്ടുകളൊക്കെ എത്ര, ഞാനിപ്പോഴും ആലോചിക്കുക വരികൾക്കൊക്കെ പുള്ളി, അല്ലെങ്കിൽ ഓരോ വയലാറിന്റെ വാക്കുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ള ഈണം, അതൊക്കെ മാഷ കൂടി ഇരുന്ന് സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം. ഈ ജേർണലിസം തന്നിട്ടുള്ള ഭാഗ്യങ്ങൾ അതൊക്കെയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ റുട്ടീൻ ഒരു ഡെസ്ക് വർക്ക് ആയിട്ട് ഈ ഡെസ്കിലൊക്കെ ജോലി ചെയ്യുക, രാത്രി നൈറ്റ് ഡ്യൂട്ടി ചെയ്യുക, അങ്ങനെ പകല് മുഴുവൻ കിടന്നുറങ്ങുക, അങ്ങനെ ഒരു ലൈഫായിരുന്നതിന് എത്ര ഡള്ളാവുമായിരുന്നു നമ്മൾ, അല്ലേ? പക്ഷെ ഇത് നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള എഡിറ്റേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. മാത്യു സാറായാലും ദാസ് സാറായാലും അത് കഴിഞ്ഞിട്ട് മണി സാറായാലും ശ്രേയംസ് കുമാർ ആയാലും അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുഭവിച്ചു നമുക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ലൈഫ്, ഇനി അങ്ങോട്ട് എന്താന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇത്രയും കാലത്തെ ലൈഫിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കുമ്പോൾ ശമ്പളക്കുറവുകൾ ഉണ്ടാവാം, ജീവിതത്തിൽ ക്രൈസിസുകൾ വന്നിട്ടുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാലും ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം തന്നെയാണ് ജേർണലിസം എന്ന് പറയുന്ന ഫീൽഡിൽ വർക്ക് ചെയ്തത്. അത് ഞാൻ അതിന്റെ ഇടയ്ക്ക് മാതൃഭൂമിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോ പെട്ടെന്ന് ഫോർത്ത് എന്നൊരു പുതിയൊരു ചാനൽ ലോഞ്ച് ചെയ്യായിരുന്നു അത്. അപ്പൊ അവിടെ എൻ്റെ ഫ്രണ്ട് പുളിക്കൻ, ജോർജ് പുളിക്കൻ അവിടെ ഉണ്ട്. പുളിക്കൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ വന്നൂടെ? ഞാൻ പറഞ്ഞു ഓക്കെ. ഇവിടുന്ന് റിട്ടയർ ചെയ്ത ഉടനെ ശമ്പളം മുടങ്ങുന്നില്ലല്ലോ. അപ്പൊ അവരത് ടെലിവിഷൻ ചാനലായിട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ച് ഓൺലൈൻ ചാനലായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഓൺലൈനിന് വേണ്ടി എഴുതാം നമുക്ക്, അവർ സൈറ്റ് ഉണ്ട്, അതിനുവേണ്ടി എഴുതാം, പിന്നെ വീഡിയോസ് ചെയ്യാം. അപ്പൊ എൻ്റെ ഒരു ഐഡിയ തന്നെയായിരുന്നു പാട്ട് ചെമ്പ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നീട് ഇപ്പൊ ധാരാളം പേര് നാട്ടിലുള്ളവർ മുഴുവൻ പാട്ടിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് അതൊരു കൗതുകമാണ്. അപ്പൊ അങ്ങനെ അത് അധികം സത്യമായിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടുള്ള ശരിക്കുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഹിസ്റ്റോറിക്കൽ ആണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പലരും യൂട്യൂബിലൊക്കെ ചെയ്യുന്ന പോലെ തോന്നിയ മാതിരി നമുക്ക് ഇഷ്ടമുള്ള മാതിരി പറയുന്നത് വേണ്ട, ചരിത്രമാണെന്നുണ്ട്. അങ്ങനെ ഞാൻ വീക്കിലി ആ സാധനം തുടങ്ങിയതാണ് പാട്ട് ചെമ്പകം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടുന്ന് ഫോർത്ത് അവിടെ ക്രൈസിസ് വന്നു. ആ സമയത്ത് വീണ്ടും ശ്രേയംസ് കുമാർ സാർ വിളിച്ചു, നിങ്ങളിവിടെ സീനിയർ കണ്ടന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വന്നോട്ടെ, ഓൺലൈനിൽ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരിക്കലും ജോലി ഇല്ലാതായി പോയിട്ടില്ലേ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വേറെ കിട്ടും. അതെനിക്ക് തോന്നുന്നു ഈ നമ്മളൊരു കാര്യത്തിൽ എപ്പോഴും തിരിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് ജേർണലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അന്ന് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ എൻ്റെ എന്താ പറയാ എണ്ണക്കരുക്കളെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിനെ പറ്റി, ഇതൊന്നും പഠിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ ജനറൽ അവയർനെസ് മതി നമുക്ക്. പക്ഷെ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ ആയാലും ശരി, സയൻസ് ആയാലും ശരി, കൃഷി ആയാലും ശരി, നമ്മൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്യാണ്. നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് നമുക്കൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും. അതാണ് പുതിയ ജേർണലിസ്റ്റും എനിക്ക് തോന്നുന്നു അവർ വായനയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വളരെ സൂപ്പർഫിഷ്യലായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത അതിൽ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ എപ്പോഴും കാണുമ്പോൾ ഉപയോഗിക്കുന്നത് സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് വിഷയം, സംഗീതമെങ്കിൽ സംഗീതം, സ്പോർട്സ് എങ്കിൽ സ്പോർട്സ് തന്നെ, ഫുട്ബോൾ എങ്കിൽ ഫുട്ബോൾ,
അപ്പോൾ ഈ വിക്കിപീഡിയ നോക്കാണ്ട് നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അതെപ്പോഴും നമുക്ക് ഉപകാരമായിരിക്കും. ഏതെങ്കിലും കാലത്ത് അത് ഉപകാരം തന്നെയായിരിക്കും. ഇന്ന് പക്ഷെ അങ്ങനെ ഇല്ലല്ലോ. എല്ലാ കാര്യത്തിനും വിക്കിപീഡിയയും ഗൂഗിളും നോക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാതൃഭൂമിയിൽ ഈ കോളം എഴുതി തുടങ്ങി 1-2 കൊല്ലമായി കഴിഞ്ഞപ്പോൾ ഇത് പുസ്തകമാക്കിക്കൂടെ എന്ന് എന്നോട് ആദ്യം ചോദിക്കുന്നത് MK മുനീറാണ്. അപ്പൊ അന്ന് മുനീർ ഒലീവിന്റെ ചാർജും കൂടിയുള്ളത്. അപ്പൊ മാതൃഭൂമിയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. മാതൃഭൂമിയുടെ പബ്ലിക്കേഷൻ ആയതുകൊണ്ടും മാതൃഭൂമിയിൽ വരുന്നതായതുകൊണ്ടും മാതൃഭൂമിയാണ് ഇത് പബ്ലിഷ് ചെയ്യാൻ അർഹതപ്പെട്ട ആളുകൾ. അപ്പൊ ഞാൻ മുനീർ സാറിനോട് പറഞ്ഞു, അല്ല അതായത് മാതൃഭൂമിയുടെ അല്ലേ, നമ്മൾ മാതൃഭൂമിയുടെ ചോദിക്കാതെ ശരിയല്ലല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പുസ്തക കളക്ഷനൊക്കെ എടുത്ത് ഹിന്ദി പാട്ടുകളെ പറ്റിയുള്ള ലേഖനങ്ങളൊക്കെ എടുത്തിട്ട് മാതൃഭൂമി, അന്ന് ഞാൻ കൗമുദിയിൽ വർക്ക് ചെയ്യണം, രണ്ടാമത് വന്നത്. അപ്പോൾ അയച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു 3-ാം പക്കം എനിക്കൊരു മറുപടി വന്നു. തങ്ങളുടെ ലേഖനങ്ങളൊക്കെ ഞങ്ങളുടെ കമ്മിറ്റി പരിശോധിച്ചു. അപ്പോൾ കമ്മിറ്റി ഏകകണ്ഠമായിട്ട് അഭിപ്രായപ്പെട്ടത് സംഗീത സംബന്ധിയായ ലേഖനങ്ങൾക്ക് ഇപ്പോൾ വായനക്കാർ കുറവാണെന്നാണ്. അപ്പോൾ റിസൾട്ടായിരുന്നു അത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം. അപ്പം ഞാൻ നിരാശനായി, കാരണം മാതൃഭൂമിയെ പബ്ലിഷ് ചെയ്യുന്നത് നന്നായിരുന്നല്ലോ. പക്ഷെ അത് പുറത്ത് ആരെയും പബ്ലിഷ് ചെയ്യുന്നതിന് എതിർപ്പും പറഞ്ഞിട്ടില്ല മാതൃഭൂമി. അപ്പൊ ഞാൻ മുനീറിനെ വിളിച്ച മുനീർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പ്രസിദ്ധീകരിക്കാം. അങ്ങനെയാണ് സോജ രാജകുമാരി എന്നുള്ള പുസ്തകം കുലീവിന്റെ, അത് റിലീസ് ചെയ്ത MT വാസുദേവൻ നായരാണ്. രഞ്ജിത്ത് ഉണ്ടായിരുന്നു, കൈതപ്രവും ഗിരീഷ് പുത്തഞ്ചേരി, എല്ലാവരും നല്ലൊരു പരിപാടിയായിരുന്നു അളകാവരിയിൽ. അതിന് അവതാരിക എഴുതിയിട്ടുള്ളത് ONV ആണ്. അത് അസലെ അവതാരികയാണ്. ചെറിയൊരു ബുക്കാണ്, പക്ഷെ പെട്ടെന്ന് വിറ്റ് തീർന്നു. മാത്രമല്ല അതിനെക്കുറിച്ച് ധാരാളം റിവ്യൂസ് വന്നു ആ കാലത്ത്. ഇന്നത്തെ മാതിരി ഫേസ്ബുക്ക് ഒന്നുമില്ല, എന്നാൽ പോലും മാഗസിൻസിൽ ധാരാളം വന്നു. അടുത്ത എഡിഷൻ വന്നു. ഒലീവ് തന്നെ അടുത്ത ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വന്നു. അങ്ങനെ ജനപ്രിയമായി കഴിഞ്ഞാൽ പിന്നെ മാതൃഭൂമി അത് പബ്ലിഷ് ചെയ്തു. കാരണം പിന്നെ എൻ്റെ ഒരു 15 ബുക്സ് മാതൃഭൂമി തന്നെ പബ്ലിഷ് ചെയ്തു. ഇപ്പൊ എനിക്ക് 30-ാമത്തെ ബുക്ക് വരാൻ പോകുന്നു. 29 ബുക്ക് ഓൾറെഡി ആയി കഴിഞ്ഞു. പല പബ്ലിഷേഴ്സും DC പബ്ലിഷ് ചെയ്തു, മാതൃഭൂമി, ഒലീവ്, പിന്നെ ലിബി പബ്ലിഷ് ചെയ്തിരുന്നു, പിന്നെ SPCS പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ബുക്സ്, നമ്മളെ പരിധി, ഏറ്റവും അവസാനത്തെ പരിധിയാണ് ചെയ്തു. അങ്ങനെ ബിനു ആനമങ്ങാട് എന്ന് പറഞ്ഞിട്ട് വേറൊരു വുമൺ പബ്ലിഷർ ഉണ്ട്, അവരുടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ അതിശയരാഗം ഒരു 6-ാമത്തെ 7-ാമത്തെ എഡിഷനായത്. പിന്നെ മൊഴികളിൽ സംഗീതമായി എന്നൊരു പുസ്തകമുണ്ട്, അതും 5-6 എഡിഷനായി. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വയം എന്ന് പറഞ്ഞ പേഴ്സണൽ ടച്ച് ആയിട്ടാണ് പൂർണ്ണേന്ദുമുഖി എന്നുള്ളൊരു പുസ്തകം എഴുതിയിരുന്നു. അപ്പോൾ അതിന് സാഹിത്യ അക്കാദമിയുടെ എൻഡോമെന്റ് അവാർഡ് കിട്ടി. ഞാനൊന്നും അപ്ലൈ ഒന്നും ചെയ്യാണ്ട് എനിക്കൊരു ദിവസം അവർ വിളിച്ച് തന്ന അവാർഡ്. അതുമാതിരി സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടി. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കൃഷ്ണ ഇളമണ്ണിനെ പറ്റി എഴുതിയൊരു ലേഖനം ഉണ്ടായിരുന്നു. പഴയ റെക്കോർഡിസ്റ്റാണ്, സൗണ്ട് എഞ്ചിനീയർ. അപ്പോൾ അതിന് പിന്നെ 2014 സംസ്ഥാന ഗവൺമെന്റിന്റെ ഫിലിം ക്രിട്ടിക്കിനുള്ള അവാർഡ് കിട്ടി. പിന്നെ കുറെ ഇങ്ങനത്തെ ഈ പുസ്തകങ്ങൾ. അതിനേക്കാളൊക്കെ പ്രധാനം എന്ന് വെച്ചാൽ ആളുകൾ വിളിക്കുന്നു. എത്രയോ ആളുകൾ ഒരു ദിവസം ഒരു 4-5 ആളുകളെങ്കിലും അജ്ഞാതരായിട്ടുള്ള ആളുകളെ വിളിക്കുക. അത് ഏത് കാറ്റഗറിയിൽ പെട്ട ആളുകൾ ഉണ്ടാവും. ചിലപ്പോ പോലീസുകാരായിരിക്കും, IAS-കാരായിരിക്കും, മന്ത്രിമാരായിരിക്കും, ബാർബർമാരായിരിക്കും, സാധാരണ ചുമട്ടുതൊഴിലാളികളായിരിക്കും, ഒരു പണിയില്ലാത്ത ആളുകൾ വിളിക്കും. എല്ലാവർക്കും പാട്ടിനോടുള്ള സ്നേഹമാണത്. അതായത് എഴുത്തിനോട് ഇഷ്ടമാവായിരിക്കാം, പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് പാട്ടിനോട് ഇവരോടുള്ള സ്നേഹം, ഇവർക്കുള്ളൊരു അത് ഞാനിപ്പോൾ എഴുതുന്നത് തന്നെ ചിലപ്പോൾ ചിലർക്ക് സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ചിലർക്ക് അത് അങ്ങനെയല്ല, ആ പാട്ട് അല്ല നല്ലത്, മറ്റേ പാട്ടായിരുന്നു നല്ലതെന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ എല്ലാവർക്കും അവരുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് പാട്ടിനോടുള്ള സ്നേഹം. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇനിയിപ്പോ എനിക്ക് വന്നത് ആ ജനറേഷനാ വിളിക്കുക. ഒരു 40 വയസ്സിന് മീതെ അല്ലെങ്കിൽ 35 വയസ്സിന് മീതെ ഉള്ളവരെ വിളിക്കുള്ളൂ. പക്ഷെ അവര് ഈ പാട്ടിനെ വളരെ പാഷനേറ്റ് ആയിട്ട് മനസ്സിനോട് ചേർത്ത് വെക്കുന്ന ആളുകളാണ്. ചിലർ കരയും. എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് അനുഭവം ഞാൻ പറയാം. ഞാൻ ഒരു ദിവസം ഒരു സ്ത്രീ വിളിച്ചെന്നെ, ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ, മേനോൻ, നിങ്ങളൊരു കുറച്ചു കാലം മുന്നേ ഒരു വലിയൊരു പാട്ടിനെ പറ്റി എഴുതി, ഒരു ഹിറ്റ് പാട്ട് ഒരാൾ എഴുതി. എഴുതിയ ആൾ മരിച്ചു. പക്ഷെ അദ്ദേഹത്തിനെ പറ്റി എഴുതിയപ്പോൾ നിങ്ങൾ പറഞ്ഞു അദ്ദേഹം ഇത് മനസ്സിലൊരു പഴയ കാമുകീനെ കണ്ടിട്ടാണ് എഴുതിയത് എന്ന് നിങ്ങൾ എഴുതിയിരുന്നു എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ട് എനിക്ക്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവാണ് ഞാൻ, ഈ സ്ത്രീ.
ഞാനാകെ ടെൻഷൻ അടിച്ചു, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമായോ, പഴയ കല്യാണമൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞാനത് അങ്ങനെയല്ല, പുള്ളി എന്നോട് പറഞ്ഞു എഴുതിക്കോളാൻ പറഞ്ഞു. ചെറുപ്പത്തിലുള്ള ഒരു പ്രേമല്ലേ, ആ പ്രേമം വെച്ചിട്ടാണ് ആ ഹിറ്റ് പാട്ട്, ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. അങ്ങനെ എഴുതി. അല്ല, ഞാനാണ് ആ കുട്ടി. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, അത് മാത്രമല്ല അവർക്ക് 80 വയസ്സായി. അപ്പൊ അന്ന് കല്യാണം കഴിക്കാതിരുന്ന പ്രേമം സഫലമാകാത്തതിന് കാരണം വെച്ചാൽ 4 വയസ്സ് മൂത്തതായിരുന്നു സ്ത്രീ. പക്ഷെ അവരെന്നോട് പറഞ്ഞു, ദൈവമേനോൻ എഴുതിയേ ഞാൻ വായിച്ചിരുന്നു, പക്ഷെ ആ കുട്ടി ഞാനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം എന്നോട് നേരിട്ടത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. പിന്നെ അദ്ദേഹം മരിച്ചു, അപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ ആ കവിതകൾ എഴുതും. എൻ്റെ ഭർത്താവും ഇല്ല, അപ്പോൾ മരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു. ഞാനിപ്പോ ആ ലേഖനം ഒന്നുകൂടി വായിച്ചപ്പോൾ ഒരു നമ്പർ എന്നെ ഇവിടുന്ന് സംഘടിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്കിപ്പോ ഓർമ്മിച്ചെടുക്കാമല്ലോ അതൊക്കെ. ആ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും ഞാൻ ആ കാലം ഓർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ അങ്ങനത്തെ ചില വിചിത്രമായിട്ടുള്ള അനുഭവങ്ങൾ. അതുമാതിരി ഇതിൽ നടന്നു പോകുമ്പോൾ ഒരു ദിവസം രാവിലെ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ ഒരു പുലർച്ചെ വെളിച്ചാവുന്നേ ഉള്ളൂ, ഒരു വിളി, ഏമേനോൻ എന്ന് വിളിച്ചു. ഞാൻ നോക്കിയിട്ട് ആരും കാണുന്നില്ല, അവിടെ ഒരു മനുഷ്യനാണ്. നോക്കുമ്പോ ഒരു കടേന്റെ മുന്നിൽ പുതച്ചുമൂടി ഒരു കിടക്ക, ഒരു പിച്ചക്കാരനായ ഒരാൾ. അപ്പൊ ഞാൻ അടുത്ത് നിന്നപ്പോ ഈ മനുഷ്യൻ ഒരു നല്ല അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒക്കെ ആളാണ്. പക്ഷെ മാനസിക രോഗിയായിട്ട്, കണ്ണൂർക്കാരനോ മറ്റാണ്. മാനസിക രോഗിയായിട്ട് മാനസിക രോഗ ആശുപത്രിയിൽ വീട്ടുകാരൊക്കെ കൊണ്ടുപോയി തള്ളിയ ഒരാളാണ്. അങ്ങനെ കുറെ കാലം ഹോസ്പിറ്റലിൽ പോയി മാറിക്കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ പുറത്തിറങ്ങും, ആരും ഏറ്റെടുക്കാനില്ല. പിന്നെയും അസുഖം വരും, ആരും കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കും. പക്ഷെ ഇതിനിടയ്ക്ക് അദ്ദേഹം ചെറുപ്പത്തിൽ ഈ പാട്ടെഴുത്ത് കോളം വായിച്ചിരുന്നു. അദ്ദേഹത്തിന് വലിയ ഇഷ്ടം. ഈ പാട്ടെന്നുള്ള ഓർമ്മകളൊക്കെ ഇയാൾ എന്നോട് പറയാം അവിടെ ഇരുന്നിട്ട്. ഞാൻ പറഞ്ഞപ്പോ അല്ല, എനിക്ക് ആ കാലത്തുള്ള ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് വായിക്കായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ കണ്ടപ്പോൾ, എനിക്ക് അന്നത്തെ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങളാണോ എന്നൊരു സംശയം, അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ ഭാഗ്യത്തിന് നിങ്ങൾ തന്നെയാണ്. എനിക്കിപ്പോ ഞാൻ കുറച്ചു കാലമായിട്ട് മാനസിക ആശുപത്രിയിൽ നിന്ന് പുറത്ത് വന്ന സമയമാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഞാൻ പോയപ്പോൾ പുള്ളി പോയിരിക്കുന്നു, അങ്ങോട്ട് പോയി. അപ്പൊ ഇങ്ങനത്തെ ആളുകള് വിചിത്രമായൊരു സംഭവം. ജയിൽ പുള്ളികൾ വിളിക്കും, എനിക്ക് കത്തുകൾ അയക്കും ജയിലിൽ നിന്ന്, യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അയക്കും. അവർക്ക് പാട്ടുകള് ഈ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടിട്ട് വായിച്ചിട്ടും ഒക്കെ അയക്കുന്ന ആൾക്കാരുണ്ട്. അവരും ഈ ചെറുപ്പത്തിൽ കൊലപാതക കുറ്റത്തിനൊക്കെ ശിക്ഷിക്കപ്പെടുന്ന ആളുകളാണ്. ചെറുപ്പത്തിൽ പക്ഷെ ഭയങ്കര പാട്ടാസ്വാദകരായിരുന്നു. അപ്പൊ ഈ ഇതിനെക്കുറിച്ച് എഴുതുന്ന വായിക്കുമ്പോൾ വീണ്ടും അവർക്ക് പഴയ കാലത്തേക്ക് പോവുക. എൻ്റെ ഭാര്യ ലത പള്ളിപ്പുറത്താണ്, പട്ടാമ്പി അടുത്ത് പള്ളിപ്പുറത്താണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. പിന്നെ ലതയാണ് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട്. കാരണം വെച്ചാൽ നമുക്ക് നമ്മളുമായിട്ട് ഒരു ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ഒരു ദാമ്പത്യം ഒരിക്കലും വിജയിക്കില്ലല്ലോ. പക്ഷെ അതേസമയം ചിലർക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, എഴുതുന്നു, വായിക്കും, കാര്യമൊക്കെ പറയും. പിന്നെ മോള് മായ, അവള് ഹസ്ബൻഡ് ശ്രീജിത്ത് ബാംഗ്ലൂരാണ്. അവളും അത്യാവശ്യം പാടും, വരയ്ക്കും, നന്നായി വരയ്ക്കുന്ന കുട്ടിയാണ്. പിന്നെ മോനുണ്ട് മാധവ്, അവനും ബാംഗ്ലൂർ എഞ്ചിനീയറാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചു കാലം. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പട്ടത്താണ് താമസിക്കുന്നത്. അവരിടയ്ക്ക് വരും. മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഒരു ഡള്ളായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മുരടിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഭാഗ്യവശാൽ ജോലികൾ ഇങ്ങനെ കിട്ടിയിരിക്കും. ഇപ്പൊ അല്ലെങ്കിലും ഇപ്പൊ പലരും കോളംസ് ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പൊ വെറുതെ ഇരിക്കില്ല എന്ന് എന്നോട് ഞങ്ങളെ MD എന്ന് പറയും, ശ്രേയംസ് കുമാർ പറയും, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, നിങ്ങൾ എപ്പോഴും ഇതായിരിക്കും നിങ്ങളുടെ ദൗത്യം പറയാറ്. അപ്പൊ അതെന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, മാത്യു സാറിന്റെ ആ മോമെന്ററി തീരുമാനമാണ്. അയാൾ ചൈൽഡിഷ് ആണെങ്കിലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആ ഒറ്റ വേർഡിലാണ് ശരിക്കും പറഞ്ഞാൽ കേരളവതിയിൽ ജോയിൻ ചെയ്യുന്നതും. അത് ഞാൻ വേറെ എവിടെയും ചിലപ്പോൾ ജോയിൻ ചെയ്തേക്കാം. പക്ഷെ ഈ യാത്ര തുടങ്ങണ അവിടെ നിന്നല്ലേ. അപ്പൊ അതിനെപ്പോഴും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു.